ഹായ്, ടുഡേ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. இந்த ചാപ്റ്ററിൻ്റെ പേര് ത്രീ ഡയമെൻഷണൽ ജോമെട്രി. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് പാർട്ടിലെ 11ാമത്തെ ചാപ്റ്ററാണ്. 11ാമത്തെ ചാപ്റ്ററാണ് ത്രീ ഡയമെൻഷണൽ ജോമെട്രി. ഓക്കെ, സോ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച വെക്ടർ ആൾജിബ്രയുടെ ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് മാത്രം ഈ ഒരു ചാപ്റ്ററിനെ കണ്ടാൽ മതി. ഡോണ്ട് ട്രീറ്റ് ഇറ്റ് ആസ് എ ഡിഫറെൻറ്റ് ചാപ്റ്റർ കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, സോ വെക്ടർ ആൾജിബ്രയിൽ നമുക്ക് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഒരു വെക്ടർ, അതിൻ്റെ കമ്പോണൻറ്റ് ഫോം അല്ലേ, അതൊക്കെ പഠിച്ചു. ആൻഡ് ഹിയർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ഇൻ ത്രീ ഡയമെൻഷണൽ ജോമെട്രി. ഓക്കെ, അപ്പോൾ ഹിയർ ഈ ചാപ്റ്റർ ആസ് കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് വെക്ടറിന് അതേപോലെ തന്നെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. വി വിൽ ഡിസ്കസ് അബൌട്ട് ദി പ്രൂഫ്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഇക്വേഷനകത്ത് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ ഇൻ ത്രീ ഡയമെൻഷണൽ ജോമെട്രി ആസ് വെൽ ആസ് ഇൻ വെക്ടർ ആൾജിബ്ര. സോ ഓരോ ഇക്വേഷനും ദർ വിൽ ബി എ കണ്ടീഷൻ. ഓരോ കണ്ടീഷനിലായിരിക്കും നമ്മൾ ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക. സോ ഇക്വേഷൻ പഠിക്കുന്നതിന് കൂടെ ആ കണ്ടീഷനും കൂടി പഠിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ യൂസ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസ്, അതിൻ്റെ സിറ്റുവേഷൻ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പം അത്രയും രീതിയിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു പഠനമാണെങ്കിൽ വി ക്യാൻ സ്കോർ കംപ്ലീറ്റ് മാർക്സ് ഇൻ ദിസ് ചാപ്റ്റർ ഓൾസോ, ത്രീ ഡയമെൻഷണൽ ജോമെട്രി ഓൾസോ. ഓക്കെ, സോ ചാപ്റ്റർ തുടങ്ങുന്നത് വിത്ത് ഡയറക്ഷൻ കൊസൈൻസ്, ഡയറക്ഷൻ റേഷ്യോസ് ഒക്കെയാണ്. സോ അത് നമ്മൾ വെക്ടർ ആൾജിബ്ര എടുക്കുന്ന സമയത്ത് ജസ്റ്റ് പറഞ്ഞിരുന്നു. ആൻഡ് വി വിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ഒന്ന് റീക്യാപ്പ് ചെയ്യാം കേട്ടോ. വാട്ട് വാസ് ഡയറക്ഷൻ കൊസൈൻസ് അല്ലേ? ഇപ്പം ശ്രദ്ധിക്കാം, this is my xy z axis, xy z axis point O alle, and I have a vector, a point P. There is a point P and its position vector, da is the position vector alle, OP. Okay, I'm treating this vector as vector R. Okay, now ശ്രദ്ധിക്കാം, ഈ വെക്ടർ R x ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ, y ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ബീറ്റ, and z ആക്സിസ് is projecting towards this side. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ y ആക്സിസുമായി z ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ, ഓക്കെ, this is gamma. Okay, and this angles alpha, beta, gamma. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഇതിൻ്റെയൊക്കെ കൊസൈൻ വാല്യൂസ് വിൽ ഗെറ്റ് ആസ് കോസ് ആൽഫ, കോസ് ബീറ്റ ആൻഡ് കോസ് ഗാമ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡയറക്ഷൻ കൊസൈൻസ്. ആൻഡ് ഇതിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പറഞ്ഞിരുന്നു. കോസ് ആൽഫ റെപ്രസെന്റ് ചെയ്യുന്ന L, കോസ് ബീറ്റ M ആൻഡ് കോസ് ഗാമ. Okay, L, M, N. And we know that now considering this EOL setup I consider ചെയ്യുന്ന സമയത്ത് this is my point P അല്ലേ, ഇതിൻ്റെ കോർഡിനേറ്റ്സ് x y z എന്ന് എടുക്കുകയാണെങ്കിൽ this is my vector R, this is my x axis അല്ലേ, ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ. വാട്ട് വിൽ ബി കോസ് ആൽഫ ഹിയർ? കോസ് ആൽഫ എന്ന് പറയുന്നത് L ആണല്ലേ. വാട്ട് വിൽ ബി കോസ് ആൽഫ? adjacent side is this distance x by hypotenuse this vector, ഈ വെക്ടർ അല്ലേ. ഈ വെക്ടറിന്റെ ഈ മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ we have to find the modulus of R അല്ലേ. വാട്ട് ഈസ് മോഡുലസ് ഓഫ് xi plus yj പ്ലസ് zk? എന്താ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? എം എസ് കോസ് ബീറ്റ അല്ലേ, വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ. എൻ ഈസ് ഈക്വൽ ടു കോസ് ഗാമ സെഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വെക്ടർ ആൾജിബ്ര ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. Okay, so what I am trying to say is, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
if we are provided a vector, നമുക്ക് ഒരു വെക്ടർ തന്നു xi plus yj plus zk, ഇങ്ങനെ ഒരു വെക്ടർ തന്നു. ഓക്കെ, ഈ ഒരു വെക്ടർ തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് യു ഹാവ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് എൽ എം എൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എക്സ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വൈ ബൈ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സെറ്റ് ബൈ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ഒരു വെക്ടർ കമ്പോണന്റ് ഫോമിൽ തരികയാണെങ്കിൽ ദിസ് ഈസ് ദി പ്രൊസീജിയർ ടു ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, നൗ വാട്ട് ഈസ് L square plus m square plus n square? What is L square plus m square plus n square? Okay, what is L? L എന്ന് പറയുന്നത് ഇയാളാണ് അല്ലേ. ഇതിനെ സ്ക്വയർ ചെയ്താൽ what we get as x square by x square plus y square plus z square. This is y. So this is m. m ആണിത്. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ y square by റൂട്ടിനകത്ത് x square plus ആ റൂട്ട് പോകും അല്ലേ. And here also this is n. Square ചെയ്ത് കഴിഞ്ഞാൽ we get as z square by x square plus y square plus z square. Now the simplify ചെയ്ത് കഴിഞ്ഞാൽ we get cancel out and we get as 1. That is L square plus m square plus n square എന്ന് പറയുന്നത് എന്താണ് 1 എന്ന് കിട്ടും. Like ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ ആംഗിൾസും ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരാളായിരുന്നു ആര്, ഡയറക്ഷൻ റേഷ്യോസ്. ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞിരുന്ന സമയത്ത് ഡയറക്ഷൻ റേഷ്യോസ് ആർ സെറ്റ് ഓഫ് നമ്പേഴ്സ്, 3 നമ്പേഴ്സ് അല്ലേ, that are proportional to our direction cosines L, M, N, cos alpha, cos beta, cos gamma. ഓക്കെ, ഇപ്പോൾ cos alpha, cos beta, cos gamma ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് we write as A, B and C ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു വെക്ടർ നമുക്കിപ്പോൾ അതിൻ്റെ കമ്പോണന്റ് ഫോമിൽ കിട്ടുകയാണ് xi പ്ലസ് yj പ്ലസ് zk. ഓക്കെ, ഇപ്പോൾ ഈ വെക്ടറിൻ്റെ കമ്പോണന്റ് ഫോം ഞാൻ എഴുതി. ആൻഡ് ഈ സ്കെയിലർ കോമ്പോണൻസ് എന്ന് പറയുന്നത് എക്സ്, വൈ ആൻഡ് സെഡ്. ഓക്കെ, നൗ ഇതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ത് വരും, എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആൻഡ് സെഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ. ഇങ്ങനെയായിരുന്നു നമ്മളൊരു വെക്ടറിന്റെ കമ്പോണന്റ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഹിയർ ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ദീസ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന നമ്പറും ആൻഡ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസും അല്ലേ, ദേ ആർ പ്രൊപ്പോർഷണൽ ബൈ എ ടേം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. ഇപ്പോൾ നമുക്ക് ഈ എക്സ് വൈ സെഡിനെ എന്ത് ചെയ്യാം, ദേ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെയിലാർ കോമ്പോണൻസ് എന്ത് തന്നെയാണ്, ദേ ആർ എക്സാമ്പിൾസ് ഓഫ് ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിനകത്ത് ഒരുപാട് സ്ഥലത്ത് ഈ ഡയറക്ഷൻ റേഷ്യോസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. And don't confuse with that. Direction ratios are just numbers. 3 set of numbers ആണ്, 3 numbers വരുന്ന ഒരു സെറ്റ് ആണ്. And they are പ്രത്യേകത എന്താ, they are proportional to L, M, N. Okay, in this section we are going to discuss നമുക്ക് ഈ ഡയറക്ഷൻ റേഷ്യോസ് തരും. You will be provided the direction ratios. Okay, എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും, ആ ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറയും. Okay, that is A, B, C നമുക്ക് തരും. We have to find L, M and N. Okay, അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ 3 നമ്പേഴ്സ് A, B, C ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് തന്നു. You have to find L, M, N ഡയറക്ഷൻ കൊസൈൻസ്. Okay, ഇപ്പോൾ ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ റേഷ്യോസും they are proportional. That is L by A ചെയ്യുമ്പോൾ we get a constant, M by B ചെയ്യുമ്പോൾ we get a constant, N by C ചെയ്യുമ്പോൾ we get a constant. Okay, ഈ കേസിനകത്തൊക്കെ we get L is equal to AK എന്ന് റീഅറേഞ്ച് ചെയ്യാം കേട്ടോ. M is equal to BK and N is equal to CK. Okay, and ശ്രദ്ധിക്കേണ്ട കാര്യം, we know a equation അല്ലേ, L square plus M square plus N square എന്ത് കിട്ടി, 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ on substituting L, M, N, AK, BK, CK ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ we get A square K square, B square K square, C square K square which is equal to 1. എല്ലാത്തിനും K square common ആണ്. I'm taking it outside. A square plus B square plus C square which is equal to 1. That is K square is equal to K square would be equal to 1 by A square plus B square plus C square. Okay, what will be K? K എന്ത് വരും, root over plus or minus 1 by root of A square plus B square plus C square അല്ലേ. അതായത്
ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ റേഷ്യോസും തമ്മിലുള്ള കോൺസ്റ്റന്റ് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? I get as k അല്ലേ? Okay, that k I am getting it as plus or minus 1 by root of a square plus b square plus c square. So ഈ k കിട്ടിക്കഴിഞ്ഞാൽ we can find direction cosines അല്ലേ? ഡയറക്ഷൻ കൊസൈൻസ് കിട്ടിക്കൂടെ? കണ്ടുപിടിച്ചൂടെ? ഇവിടെ ശ്രദ്ധിക്കുക. We know that L എന്ന് പറയുന്ന ആള് അല്ലേ? L എന്ന് പറയുന്ന ആള് is a into k. Okay, what is k? K നമുക്ക് ഇവിടെ അറിയാം. So I can write L as a into plus or minus root of a square b square c square. I'm just substituting the value of k. 1 by root of a square plus b square plus c square plus or minus a by root of a square. Okay, just like m is equal to b by root of a square b square c square. N is equal to plus or minus c by root of a square plus b square plus c square. Okay, അപ്പോൾ നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് എ ബി സി തരികയാണെങ്കിൽ we can find the direction cosines. Direction cosines എന്താ വരിക? a by a square b square c square. m is equal to b by n is equal to c by a square b square plus c square. Okay, just like നമ്മൾ നേരത്തെ xi plus yj plus zk അല്ലേ? ഒരു കമ്പോണന്റ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ഇപ്പോൾ l എന്ത് വരും? x by root of ഈ സ്കെയിലർ കോമ്പോണന്റ്സിന്റെ സ്ക്വയറിന്റെ സം അല്ലേ? x square plus y square plus z square and y m is equal to cos alpha cos beta is equal to y by root of വഗേര. ഓക്കെ, ഇപ്പോൾ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് തരികയാണെങ്കിൽ ദിസ് ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, ഇപ്പോൾ ഇത്ര കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൗ ടു ഫൈൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ഫ്രം ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, സോ ഇത്രയുമായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെക്ഷനകത്ത് വരുന്ന കുറച്ച് തിയറി കൺസെപ്റ്റ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി കൺസെപ്റ്റ് അപ്പാർട്ട് ഫ്രം ദിസ് ഈ ഒരു സാധനം ഒഴികെ ബാക്കി എല്ലാം നമ്മൾ എവിടെ നിന്ന് പറഞ്ഞതാണ്? യെസ്, വെക്ടർ ആൾജിബ്ര ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, വൺ മോർ കാര്യം, ഒറ്റ കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് എക്സസൈസിലേക്ക് കടക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. So I am writing a vector. Vector A is equal to I plus j plus 2k. I plus j plus 2k. What will be the unit vector? What will be the unit vector? Vector A cap എങ്ങനെ കണ്ടുപിടിക്കുക? Yes, vector A by magnitude of A. അല്ലേ? That is vector A എന്ന് വരും I j 2k. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓവർ 1 സ്ക്വയർ ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് 2 സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് 1 + 1 + 4 ദാറ്റ് ഈസ് √6 ആണ് വരിക എൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എ ക്യാപ്പിൽ എനിക്ക് എങ്ങനെ എഴുതാം? 1/√6 I, യെസ്, 1/√6 j, 2/√6 k. So this is my unit vector. അല്ലേ? ഇതാണ് എൻ്റെ യൂണിറ്റ് വെക്ടർ ഇൻ ഡയറക്ഷൻ ഓഫ് വെക്ടർ A. ഓക്കെ, സിമിലർലി ശ്രദ്ധിക്കുക. ജസ്റ്റ് ദിസ് ഈസ് മൈ വെക്ടർ A. വാട്ട് വിൽ ബി കോസ് ആൽഫ? ദാറ്റ് ഈസ് L എന്ത് വരും? യെസ്, എങ്ങനെ കണ്ടുപിടിക്കുക? ഹിയർ x എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് 1 ആണ് അല്ലേ? 1/√over I j k കമ്പോണൻസിന്റെ സ്ക്വയറിന്റെ സം. ദാറ്റ് ഈസ് ഹിയർ 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെ 2 ആണ്. 1 square plus 1 square 2 plus 4 എത്ര വരും? √6. അതുപോലെ cos beta m നമുക്ക് എന്ത് കിട്ടും? 1/√6 and cos gamma n എന്ത് കിട്ടും? we get as 2√6. okay, just compare unit vector and ഈ വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, യൂണിറ്റ് വെക്ടറിന്റെ സ്കേലാർ കോമ്പോണൻസ് എന്ന് പറയുന്നത് 1/√6 1/√6 2/√6 അല്ലേ? അത് എന്ത് തന്നെയാണ്? നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. when we write component form of unit vector, ഒരു യൂണിറ്റ് വെക്ടറിന്റെ കമ്പോണന്റ് ഫോം എഴുതുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സ്കെയിലാർ കോമ്പോണൻസ്, ഒരു സ്കെയിലാർ കോമ്പോണൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇവിടെ യൂസ് ചെയ്യുന്ന വെക്ടർ എ ആണെങ്കിൽ വെക്ടർ എയുടെ
ഡയറക്ഷൻ കൊസൈൻസ് ആണെന്ത് യൂണിറ്റ് വെക്ടറിന്റെ സ്കെയിലാർ കോമ്പോണൻസ്. സോ ദാറ്റ്സ് എ പോയിന്റ് വി ആർ അബൌട്ട് ടു കൺവേ ഹിയർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു യൂണിറ്റ് വെക്ടർ അതിന്റെ കമ്പോണന്റ് ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്കെയിലാർ കോമ്പോണൻസ് 1/√6, 1/√6, 2/√6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഏതാണോ വെക്ടർ അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, ഫൈൻ. So we will go to discuss our first exercise. Exercise 10.1 നമുക്ക് 11.1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഫസ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ, ഡിസ്കസ് ചെയ്യാം. എക്സസൈസ് 11.1. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എക്സസൈസ് 11.1 എടുക്കുക, ടെക്സ്റ്റിനകത്ത് എടുക്കുക. നമ്മൾ വെക്ടർ ആൾജിബ്ര ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരിക്കലും എഴുതുന്നില്ല. ഐ വിൽ റീഡ് ദി ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ടെക്സ്റ്റ് കയ്യിൽ വെക്കുക while doing problems. Okay, exercise 11.1 എത്ര പറയുന്നുള്ളൂ. If a line makes angle 90 degree, 135 degree, 45 degree. A line makes angle 90 degree, 135 degree, 45 degree with x, y, z axis respectively. Find the direction cosine. Simple question. Okay, x axis, y axis, z axis ഉണ്ടാക്കുന്ന angle is 90 degree, 135 degree, 45 degree. Okay, so here we have to find the direction cosines. Okay, direction cosines കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൽഫ ബീറ്റ ഗാമ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ആൽഫ, ദിസ് ഈസ് ബീറ്റ, ദിസ് ഈസ് ഗാമ. ഓക്കെ, ആൽഫ ബീറ്റ ഗാമ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് വിൽ ബി കോസ് ആൽഫ? കോസ് ആൽഫ ദാറ്റ് ഈസ് കോസ് 90 അല്ലേ? കോസ് ബീറ്റ, കോസ് ആൽഫ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്, എം ആണ് കോസ് ബീറ്റ ഡിനോട്ട് ചെയ്യുന്നത്. കോസ് 135 n is equal to cos gamma. Cos gamma here it is cos 45 degree. How much will be the value? Cos 90 degree, cos pi by 2. എത്ര വരും cos pi by 2 ന്റെ വാല്യൂ? Cos pi by 2 ന്റെ വാല്യൂ is 0 അല്ലേ? cos 90 യുടെ വാല്യൂ എന്താ? 0. Okay, what is cos 135? Cos 135 എങ്ങനെ എഴുതാം? Yes, we can write as cos 135 as cos 90 plus 45 എന്ന് എഴുതാം. എഴുതിക്കോ, 90 plus 45 degree എന്ന് എഴുതാം അല്ലേ? 90 plus or minus വരുന്ന സമയത്ത് cos will change to sin 45 എന്ന് മാറും അല്ലേ? 90 ആയതുകൊണ്ട് cos അങ്ങോട്ട് മാറും, sin 45 degree എന്ന് മാറും. Now ശ്രദ്ധിക്കേണ്ട കാര്യം 90 plus അല്ലേ? This is 0, this is 90, pi 3 pi by 2 അങ്ങനെ പോകും അല്ലേ? അപ്പോൾ 90 plus 45 എന്ന് പറയുമ്പോൾ the angle will be in this quarter, second quarter അല്ലേ? 90 plus 45, 90 plus some angle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will fall in this second quarter. Second quarter-നകത്ത് cos പോസിറ്റീവ് ആണ്. Second quarter-നകത്ത് cos പോസിറ്റീവ് ആണ്. Here all trigonometric functions are positive. Here sin and its reciprocal are positive. Tan അതുപോലെ അതിന്റെ റെസിപ്രോക്കൽ ഇവിടെ പോസിറ്റീവ് ആണ്. ആൻഡ് ഇൻ ദി ഫോർത്ത് ക്വാഡ്രന്റ് കോസും അതിന്റെ റെസിപ്രോക്കലും ആണ് പോസിറ്റീവ്. സോ ഹിയർ സെക്കൻഡ് ക്വാഡ്രന്റിനകത്ത് കോസ് നെഗറ്റീവ് ആണ് അല്ലേ? സോ യു ഹാവ് ടു പുട്ട് എ മൈനസ് സൈൻ. ഓക്കെ, വാട്ട് ഈസ് sin 45 is 1/√2, that is minus 1/√2. And here cos gamma, it is cos 45 direct 1/√2. So we got നമുക്ക് എക്സ് വൈ സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ബീറ്റ ഗാമ ഡയറക്ഷൻ ആംഗിൾസ് തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഫൗണ്ട് ഔട്ട് ദി ഡയറക്ഷൻ കൊസൈൻസ് കേട്ടോ. കോസ് ആൽഫ വി ഗെറ്റ് ആസ് 0, കോസ് ബീറ്റ minus 1/√2 and cos gamma 1/√2. So this was for our first question. Okay. Find direction cosines of a line. Second question. Find direction cosines of a line which makes equal angles with coordinate axis. Okay, അതായത് ഒരു ലൈൻ
ആ ലൈൻ എൻ്റെ കോർഡിനേറ്റ് ആക്സിസ് എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ഇവരുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് നമുക്കറിയാം ആൽഫ ബീറ്റ ഗാമ അല്ലേ. ഇത് മൂന്നുമാണ് എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, ഇഫ് ദാറ്റ് വെക്റ്റർ മേക്സ് ഈക്വൽ ആംഗിൾ വിത്ത് all the three mutually perpendicular axes, we get that alpha is equal to beta is equal to gamma അല്ലേ. ഈക്വലി ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഈ മൂന്ന് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ. സോ വി ഹാവ് ടു ഫൈൻഡ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. അങ്ങനെയുള്ള ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഇഫ് ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ആണ് എങ്കിൽ again I'm taking this as x degree. Okay, and we know the equation cos square alpha cos square beta cos square gamma which is equal to 1 alle. So here ellam equal aanu, that is cos square x cos square x cos square x which will be equal to 1, that is 3 cos square x is equal to 1, cos square x is equal to 1 by 3. What will be cos x? Cos x will be plus or minus 1 by root 3. Okay, cos x will be plus or minus 1 by root 3. Okay, so what will be the direction cosines? Direction cosines is nothing but cos alpha, cos beta, cos gamma. അല്ലേ, അത് നമുക്ക് കിട്ടി. ഈ ആൽഫ ബീറ്റ ഗാമ എന്നത് x ആണ്. What is cos x? Equal to plus or minus 1 by root 3. Okay. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ലൈൻ, ആ ലൈൻ എക്സ് ആക്സിസുമായും വൈ ആക്സിസുമായും എക്സ് ആക്സിസുമായും ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആണ്. ദാറ്റ് ഈസ് ആൽഫ ബീറ്റ ഗാമ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ ഡയറക്ഷൻ കൊസൈൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ നമ്മൾ കൊടുത്തു. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്ലിയർ അല്ലേ? ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. And I got cos x as 1 plus or minus 1 by root 3. X is nothing but alpha, beta and gamma. അല്ലേ? So cos alpha എന്ന് പറയുന്നത് എന്തിനാണ്? Plus or minus 1 by root 3. Cos beta എന്ന് പറയുന്നത് plus or minus 1 by root 3. Cos gamma is plus or minus 1 by root 3. Okay, so that was our second question. Moving on to our third one. Third question of exercise 11.1. So yeah, third question of exercise 11.1. If a line has direction ratios minus 18, yes, 12 in minus 4, minus 18, 12, minus 4, what are its direction cosines? So these are direction ratios. Okay, direction ratios A, B, C. Okay, we have to find direction cosines കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ഡയറക്ഷൻ റേഷ്യോസ് തരികയാണെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഡയറക്ഷൻ കൊസൈൻസ്? യെസ്, കോസ് ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാം? എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഓക്കെ, നൗ വാട്ട് ഈസ് കോസ് ബീറ്റ? കോസ് ബീറ്റ വിൽ ബി ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. And cos gamma is equal to c by root of a square plus b square plus c square. So this was our equation. Okay, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. What will be our cos alpha, cos beta and cos gamma? Okay, അപ്പോൾ ശ്രദ്ധിക്കുക, cos alpha അതിനെ നമ്മൾ L എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു അല്ലേ? cos alpha ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ L അല്ലേ? Okay, what will be cos alpha? ശ്രദ്ധിക്കുക, a by root of a square plus b square plus c square. What is a? A എന്ന് പറയുന്നത് minus 18 ആണ് അല്ലേ? minus 18 by yes a square b square c square minus 18ന്റെ whole square 12ന്റെ whole square minus 4ന്റെ whole square. Okay, now what will be cos beta? m എന്ത് വരും? b by അല്ലേ? b is 12 by root of minus 18ന്റെ square 12ന്റെ square and minus 4 in the square. And here n is equal to c by c is minus 4 by root of minus 18 square plus 12 square plus minus 4 square.
ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, സോ എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഇഫ് യു ആർ ഗിവൺ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ we can find the direction cosines directly by substituting in this equation. Okay, so that was our third question of exercise 11.3. Now moving on to fourth question. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇത് വെക്ടർ ആൾജിബ്രയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ആൻഡ് നമ്മളത് വെക്ടർ ആൾജിബ്രയിൽ പറഞ്ഞിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. വെക്ടർ ആൾജിബ്ര ടെക്സ്റ്റിനകത്ത് ഫോർത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ വെക്ടർ ആൾജിബ്രയുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹിയർ. കേട്ടോ, ശ്രദ്ധിക്കുക. ഷോ ദാറ്റ് ദി പോയിന്റ്സ് 2, 3, 4 -1, -2, -1, -2, 1, 5, 8, 7 are collinear. Okay, so we have to show that the points 2, 3, 4, we have to show that the points 2, 3, 4, -1, -2, 1 and 5, 8, 7 are collinear. ഈ മൂന്ന് പോയിന്റ്സിന്റെ പേര് കൊടുക്കുകയാണ് A, B, C. ഓക്കെ, A, B and C. അപ്പോൾ ശ്രദ്ധിക്കുക, കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ലേൺഡ് അബൌട്ട് കൊളീനിയർ വെക്ടേഴ്സ് അല്ലേ. കൊളീനിയർ വെക്ടേഴ്സ് എന്ന സെയിം ലൈൻ ഓഫ് ആക്ഷൻ ഉള്ള പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ വിളിക്കുക കൊളീനിയർ വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ഉള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ഒരേ ലൈനിന്റെ മുകളിൽ കിടക്കുന്ന പോയിന്റ്സിനാണ് വി ഗിവൺ ആസ് കൊളീനിയർ പോയിന്റ്സ്. ഓക്കെ, ഇത് ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്, കൊളീനിയർ ആണെന്ന് തെളിയിക്കാനാണ്. ഇഫ് ദേ ആർ, ഇപ്പോൾ അവർ കൊളീനിയർ ആണ് എങ്കിൽ യെസ്, ഈ എയും ബിയും സിയും അല്ലേ, ദേ വിൽ ലൈ ഓൺ എ സിംഗിൾ ലൈൻ എ ബി സി. ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇങ്ങനെയുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൊളീനിയർ പോയിന്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, സെയിം ലൈൻ ഓഫ് ആക്ഷൻ, സെയിം ലൈനിൽ കിടക്കുന്ന പോയിന്റ്സുകളെ നമ്മൾ എന്ത് വിളിക്കുക, കൊളീനിയർ പോയിന്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, നൗ എങ്ങനെ നമ്മൾ ഇവരെ കൊളീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു സെഗ്മെന്റ്, ഈ ഒരു ഫിഗർ ഞാൻ രണ്ട് ഫിഗറായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. റൈറ്റ്, ദിസ് ഈസ് മൈ ലൈൻ എ ബി ആൻഡ് ദിസ് ഈസ് മൈ ലൈൻ ബി സി. ഓക്കെ, this is my vector AB, this is my vector AB and this is my vector BC. Now ശ്രദ്ധിക്കുക, ഈ AB യും BC യും എന്താണ്, they are parallel അല്ലേ, perpendicular distance is same, AB and BC are parallel. At the same time ഇവിടെ ശ്രദ്ധിക്കുക, AB എന്ന് പറയുന്ന ലൈനിന്റെ ടെർമിനൽ പോയിന്റ് B ആണ്, അതുപോലെ BC എന്ന് പറയുന്ന ലൈനിന്റെ ഇനീഷ്യൽ പോയിന്റ് B ആണ്. So that means ഇത് രണ്ടും ഒരു സിംഗിൾ ലൈനാണ്, ലൈക്ക് ദിസ് എ ബി സി കേട്ടോ. ദിസ് ഈസ് എ ബി, ദിസ് ഈസ് ബി സി. ഓക്കെ, എ ബിയും ബി സിയും പാരലൽ ആണ്. അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറയുന്ന ആൾ കോമൺ പോയിന്റ് ആണെങ്കിൽ എ ബി ആൻഡ് സി എന്ന് പറയുന്ന ഒരു സിംഗിൾ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണത് എ ബി ആൻഡ് സി അല്ലേ. അങ്ങനെ സിംഗിൾ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണെങ്കിൽ വി കോൾ സച്ച് പോയിന്റ്സ് ആസ് എന്ത് വിളിക്കും, നമ്മൾ കൊളീനിയർ പോയിന്റ്സ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തത് അല്ലേ. നമുക്ക് മൂന്ന് പോയിന്റ്സ് ഉണ്ട്, എ ബി ആൻഡ് എ സി, ആൻഡ് വിൽ ചെക്ക് എ ബി, വെക്ടർ എ ബി നമ്മൾ ചെക്ക് ചെയ്യും, വെക്ടർ എ സി നമ്മൾ ചെക്ക് ചെയ്യും, സോറി വെക്ടർ ബി സി നമ്മൾ ചെക്ക് ചെയ്യും, ഇൻഫാക്ട് വെക്ടർ എ സി നമ്മൾ ചെക്ക് ചെയ്യും. വെദർ ഏതെങ്കിലും രണ്ട് ആൾക്കാർ പാരലൽ ആണ് എങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദിസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കിട്ടുന്നത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, what will be vector AB? Vector AB യുടെ ഇക്വേഷൻ എന്ത് വരും? യെസ്, പൊസിഷൻ വെക്ടർ ഓഫ് B മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് A അല്ലേ. what do we get? ഇതാണ് പൊസിഷൻ വെക്ടർ ഓഫ് B, മൈനസ് I പ്ലസ്, സോ മൈനസ് I മൈനസ് 2j പ്ലസ് k, ഓടെ A യുടെ എന്ത് വരും? 2i പ്ലസ് 3j പ്ലസ് 4k അല്ലേ. what will be AB? minus 1 minus 2, that is minus 3i, minus 2 minus 3 minus 5j
and 1 minus 4, that is minus 3k, that is AB. Okay, what will be BC? What will be BC? Yes, in the BC area BC okay, 5 8 7 and yes, B എന്ന് പറയുന്നത് -1 -2 1 അല്ലേ. BC will be written as OC minus OB, position vector of C minus position vector of B. എത്ര വരും? 5 minus of -1 is 6i അല്ലേ. 8 minus of -2 will be 10j and അടുത്ത ആള് 7 minus 1 അല്ലേ. 7 minus 1 is 6k. Okay, on comparing ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് എ ബിയും വെക്ടർ എ ബിയും വെക്ടർ ബി സിയും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ നോക്കിയേ, -3i -5j -3k, 6i 10j 6k അല്ലേ. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ്, ഇഫ് ടു വെക്ടേഴ്സ് ആർ പാരലൽ, രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ യെസ് നമുക്കറിയാം എന്ത്, അവരുടെ കറസ്പോണ്ടിങ് ഐ കമ്പോണൻസിന്റെ റേഷ്യോ, ജെ കമ്പോണൻസിന്റെ റേഷ്യോ, കെ കമ്പോണൻസിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് a1 by a2 which is equal to b1 by b2 that is equal to c1 by c2. നമ്മൾ പഠിച്ചതാണ്, വെക്ടറിനകത്ത് പഠിച്ചതാണ്. സോ ഹിയർ ഇവിടെ നമ്മൾ ഇക്വേഷൻ റേഷ്യോസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹിയർ ഇറ്റ് ഈസ് കമ്പോണന്റ് -3 ആണല്ലേ, ഇവിടെ ആ കമ്പോണന്റ് 6 ആണ്. വാട്ട് ഈസ് -3 by 6? we get as കട്ട് ചെയ്തതിനാൽ -1 by 2. വാട്ട് വിൽ ബി b1 by b2? യെസ്, ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ്, ജെയുടെ കമ്പോണന്റ് -j ആണ് and here it is 10. again cut ചെയ്തതിനാൽ we get -1 by 2, c1 by c2 -3 by 6 and we get that these are equal അല്ലേ. they are maintaining a constant ratio. അതിനർത്ഥം എന്താ? AB is parallel to BC. ഇനി അതുമല്ല, വേറൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാരലൽ ആണ് എങ്കിൽ അല്ലേ. ഇപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ്, ദിസ് ഈസ് വെക്ടർ A and this is വെക്ടർ B, this is വെക്ടർ C അല്ലേ. ഇപ്പോൾ എയും ബിയും പാരലൽ ആണ് അല്ലേ. എയും ബിയും പാരലൽ ആണ് എങ്കിൽ ഒരാൾ മറ്റൊരാളുടെ എന്തായിരിക്കും? സ്കെലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. വെക്ടർ ബി വിൽ ബി സം മൾട്ടിപ്പിൾ ഓഫ് വെക്ടർ എ, വെക്ടർ സി വിൽ ബി സം മൾട്ടിപ്പിൾ ഓഫ് വെക്ടർ എ അല്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, ഈ 6i + 10j + 6k അല്ലേ. ഇവിടെ ഒരു -2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ്? -3i -5j -3k അല്ലേ. ഒരു -2 ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ -3i -5j -3k, that is nothing but vector AB. okay, so that means vector AB is parallel to vector BC since BC is a scalar multiple of AB. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ there ijk components bear a constant proportion. okay, അപ്പോൾ ശ്രദ്ധിക്കാം, this is vector AB. okay, ആ വെക്ടർ എ ബിക്ക് പാരലൽ ആണ് എന്ത്? എൻ്റെ വെക്ടർ ബി സി, വെക്ടർ ബി സി. എ ബി ഇസ് പാരലൽ ടു ബി സി. പക്ഷെ കണ്ടീഷൻ എന്താ? ഈ എ ബിയുടെ ടെർമിനൽ പോയിന്റും യെസ് ബി സിയുടെ ഇനീഷ്യൽ പോയിന്റും ഇസ് ബി. സോ എങ്ങനെയാണ് ഇതിന്റെ ഫിഗർ വരിക? ഇറ്റ്സ് ഫിഗർ വിൽ ബി ലൈക്ക് ദിസ് അല്ലേ. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. ഇതല്ലേ വെക്ടർ എ ബി, ഇതല്ലേ വെക്ടർ ബി സി അല്ലേ. വെക്ടർ എ ബി, വെക്ടർ ബി സി, ദേ ആർ പാരലൽ and B is the common point അല്ലേ. ഈ രണ്ട് ലൈനിന്റെയും കോമൺ പോയിന്റ് ആണെന്ത്? കോമൺ പോയിന്റ് ആണ് B. സോ ഹിയർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് we can say that A, B and C അല്ലേ. A, B and C lie on a സിംഗിൾ ലൈൻ, ഒരൊറ്റ ലൈനിലാണ് എന്ത് കിടക്കുന്നത്? ആ മൂന്ന് പോയിന്റ് A, B and C. ഓക്കെ, അപ്പോൾ ഇത്തരം പോയിന്റ്സിന്, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ഉള്ള പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊളീനിയർ പോയിന്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഹോപ്പ് യു ഗോട്ട് ദിസ് കൺസെപ്റ്റ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് എന്ത് തെളിയിക്കുന്നത്? മൂന്ന് പോയിന്റ്സ് കൊളീനിയർ ആണ് എന്ന് തെളിയിക്കുന്നത്. ജസ്റ്റ് ടേക്ക് 2 points എ ബി ആൻഡ് ബി സി. ഓക്കെ, എ ബി ആണ് എടുത്ത്, ബി സി ആണ് എടുത്ത്, ആൻഡ് യു വിൽ ഗെറ്റ് ഇത് കൊളീനിയർ ആണ് എങ്കിൽ ഒരാളുടെ സ്കെലാർ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. കണ്ടോ, ഇവിടെ -10 പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ വി ഗെറ്റ് ദി സെയിം വെക്ടർ ആസ് എ ബി. അതിനർത്ഥം എന്താ? ഈ എ ബിയും ബി സിയും എന്താണ്? പാരലൽ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റേഷ്യോ എടുത്ത് നോക്കിയാലും മതി. ഈ ഐ കമ്പോണൻസിന്റെ റേഷ്യോ -3/6 is -1/2. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. -5/10 -1/2, -3/6 അവിടെയും റേഷ്യോ -1/2 അല്ലേ. അപ്പൊ ഇങ്ങനെ റേഷ്യോ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ we can say that AB and BC are parallel. രണ്ട് കണ്ടീഷൻ പറയാം.
ഒന്ന് സ്കെയിലർ മൾട്ടിപ്ലൈ ആണെന്ന് പറയാം, സെക്കൻഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന റേഷ്യോ അല്ലേ. ഓക്കെ, സോ ഇൻ ദിസ് വേ വി ക്യാൻ പ്രൂവ് ദാറ്റ് ദീസ് 3 points A, B and C are collinear. Okay. So moving on to our fifth question. Find the direction cosines. Direction cosines തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിക്കും ആ ബേസ് കറക്റ്റ് നിങ്ങൾ സ്ട്രോങ് ആക്കുക. എന്താണ് ഡയറക്ഷൻ കൊസൈൻസ്, എന്താണ് ഡയറക്ഷൻ ആംഗിൾസ്, എന്താണ് ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ്. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദേ ആർ 3 numbers, ഒരു സെറ്റ് ഓഫ് 3 numbers ആണ് കേട്ടോ. ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷൻ ആണ്. ഇപ്പോൾ എനി സെറ്റ് ഓഫ് 3 numbers that are proportional to direction cosines, അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കാം. സോ our fifth question, find exercise 11.1 fifth question, find the direction cosines of the triangle whose vertices are A, B, C, whose vertices are 3, 5, -4, -1, 1, 2. C യുടെ വരുന്നത് -5, -5, 2, -5, -5, -2. 3, 5, -4, -1, 1, 2, -5, -5, -2. Okay, so this is a triangle A, B, C. ഓരോ പോയിന്റും A എന്നുള്ള പോയിന്റ്, B എന്നുള്ള പോയിന്റ്, C എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഓരോ സൈഡിന്റെയും അല്ലേ, ദാറ്റ് ഈസ് AB, BC, AC. AB യുടെയും this is AB, this is BC and this is AC. AB യുടെയും BC യുടെയും AC യുടെയും എന്ത് കണ്ടുപിടിക്കണം, we have to find their direction cosines കണ്ടുപിടിക്കണം, direction cosines. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടണമെങ്കിൽ direction cosines കിട്ടണമെങ്കിൽ ഒന്നുകിൽ we have to get the നമുക്ക് എന്താ വേണ്ടത്, ഡയറക്ഷൻ റേഷ്യോസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിക്കഴിഞ്ഞാൽ we can find direction cosines അല്ലേ. സോ ശ്രദ്ധിക്കുക, വെക്റ്റർ AB, what will be the equation of vector AB? AB യുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടുക, പൊസിഷൻ വെക്ടർ ഓഫ് B മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് A അല്ലേ. ഇപ്പോൾ B എന്ന് പറയുന്നത് -1, 1, 2, A എന്ന് പറയുന്നത് 3, 5, -4. what will be OB minus A? -1, -3. that will be -4i. 1 -5 will be -6j. 2 minus of -4 എന്ന് വരും +6 അല്ലേ. സോ +6k. ഇതാണ് എന്തെന്റെ വെക്റ്റർ AB. ഇപ്പോൾ AB യുടെ കമ്പോണന്റ് ഫോം നമുക്കറിയാം അല്ലേ. Now we can find the cosines, direction cosines കണ്ടുപിടിക്കാം. What will be cos alpha? Cos alpha will be x by root of x square plus y square plus z square അല്ലേ. എന്ത് വരും, യെസ് x ഇവിടെ ആരാണ്, ഹിയർ ഇറ്റ് ഈസ് -4, i യുടെ കോഎഫിഷ്യന്റ് ആണ് x അല്ലേ. -4 by root of എന്ത് വരും, -4 whole square plus -6 whole square plus 6 whole square. ഓക്കെ, എത്ര കിട്ടുക, താഴെ ഡിനോമിനേറ്റർ എന്ത് കിട്ടും, -4 whole square is 16, 6 ന്റെ whole square will be 36 and again അടുത്ത ആള് 6 whole square 36 ഇല്ലേ, 36 and 16 you get as √68. സോ എത്ര വരും, -4 by √68 ആണ് എന്ത് ഇതിലെ cos alpha. and what will be cos beta? Cos beta എന്ത് വരും, yes cos beta യുടെ ഇക്വേഷൻ എന്താ, y by root of x square plus y square plus z square അല്ലേ. what is y here, y is -6 by x square plus y square plus z square നമുക്കറിയാം √68 ആണ് അല്ലേ. യെസ്, what will be cos gamma? yes എന്താ cos gamma യുടെ ഇക്വേഷൻ, z by root over x square plus y square plus z square. z here we are getting as 6 അല്ലേ. root of this value നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു √68. സോ AB എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആണോ, ജസ്റ്റ്
ദിസ് ഈസ് എ, ദിസ് ഈസ് ബി അല്ലേ. അപ്പൊ ഇത് രണ്ട് പോയിന്റിനെയും ജോയിൻ ചെയ്യുന്ന വെക്ടർ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ബി അല്ലേ. അപ്പൊ നമുക്ക് കമ്പോണന്റ് ഫോം തന്നു. കമ്പോണന്റ് ഫോം തരികയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് യെസ് കോസ് ആൽഫ, ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണിത് അല്ലേ. ആൻഡ് ദിസ് -4 -6 എന്ന് പറയുന്നത് ഇതിന്റെ സ്കെയിലാർ കോമ്പോണൻസ് ആണ്, സ്കെയിലാർ കോമ്പോണൻസ് ആണ് അല്ലേ. ഇനി വാട്ട് ഈസ് ഡയറക്ഷൻ റേഷ്യോ? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എനി നമ്പേഴ്സ് ദാറ്റ് ആർ പ്രൊപ്പോർഷണൽ ടു ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഏതൊരു നമ്പറിനെയും ഹിയർ -4 -6 എന്ന് പറയുന്നത് they are proportional to direction cosines. So ഇയാളെ സ്കെയിലാർ കോമ്പോണൻസ് എന്ന് വിളിക്കാം, അറ്റ് ദ സെയിം ടൈം എന്ത് വിളിക്കാം? ഡയറക്ഷൻ റേഷ്യോസ് എന്നും വിളിക്കാം. ഓക്കെ, യു ആർ ഗെറ്റിംഗ് വാട്ട് ഐ എം സെയിങ്. ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോസും സ്കെയിലാർ കോമ്പോണൻസും രണ്ടും ഡിസ്റ്റൻസ് ചെയ്യരുത്, രണ്ടും സെയിം തന്നെയാണ്. ഇഫ് ദേ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് റേഷ്യോ വിത്ത് എസ് ഡയറക്ഷൻ കൊസൈൻസുമായി കോൺസ്റ്റന്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ they can be treated as direction ratios. Okay, so AB കണ്ടുപിടിച്ചു, അതുപോലെ നമുക്ക് BC കണ്ടുപിടിക്കാമല്ലോ. നോ വറീസ്. അതുപോലെ തന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കാം? AC കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, AB ചെയ്തു, അതുപോലെ തന്നെ എന്താ കണ്ടുപിടിക്കാം? BCയിലും ചെയ്യാം, ACയിലും ചെയ്യാം. സിമ്പിളാണ് കേട്ടോ. സോ ദാറ്റ് വാസ് അവർ എക്സസൈസ് 11.1. ഇപ്പോൾ എക്സസൈസ് 11.1ൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എത്രയാണ്? ഇപ്പോൾ ഇതിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ വെക്ടർ ആൾജിബ്രയിൽ പഠിച്ചതാണ്. എന്താണ് ഡയറക്ഷൻ ആംഗിൾസ്, എന്താണ് ഡയറക്ഷൻ കൊസൈൻസ്, എന്താണ് ഡയറക്ഷൻ റേഷ്യോസ്, എന്താണ് ഇക്വേഷൻ L² + M² + N² = 1. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡയറക്ഷൻ കൊസൈൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് വൺ മോർ തിങ് ഇമ്പോർട്ടൻറ്റ്, ആ തിയറം ഹൗ ടു പ്രൂവ് 3 points ആർ കൊളീനിയർ, എങ്ങനെയാണ് 3 പോയിന്റ്സ് കൊളീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് അല്ലേ. എപ്പോഴാണ് 3 പോയിന്റ്സ് കൊളീനിയർ ആവുന്നത്? when they lie on a single line, ഒരു ഒറ്റ ലൈനിലാണ് അത് കിടക്കുന്നതെങ്കിൽ we can say that the points are collinear. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് വാസ് അവർ എക്സസൈസ് 11.1. സോ ഇനി നമ്മൾ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്കാണ്, ദാറ്റ് ഈസ് ലൈൻസ് കേട്ടോ. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമ്മളെങ്ങനെ എഴുതുന്നു. വി ആർ ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് ലൈൻസ്. Our next topic, equation of a line in space. Okay, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. ലൈനിൻ്റെ ഇക്വേഷൻ ഇൻ സ്പേസ്. ഇപ്പോൾ ഈ ഒരു സ്പേസിനകത്ത് ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ്. സോ ഹിയർ വി ഹാവ് ടു ഡിസ്കസ് 2 sections മെയിൻലി. ഇപ്പോൾ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ, ഇക്വേഷൻ ഓഫ് എ ലൈൻ passing through a point and parallel to a vector. Okay, so this is our first condition. Okay, equation of a line passing through a point and parallel to a vector. അതായത് ശ്രദ്ധിക്കാം, ഇപ്പം നമുക്കൊരു പോയിന്റ് തന്നു, see this is my point. ഓക്കെ, ഇപ്പോൾ ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ എ ന്യൂമറസ്, ഒരുപാട് ലൈൻസ് വരയ്ക്കാം അല്ലേ. അറ്റ് ദ സെയിം ടൈം ഐ എം റീഡ്രോയിങ് ദാറ്റ് പോയിന്റ്. ഇതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന ലൈൻസ് എന്ന് പറയുന്നത് ഒരുപാട് ലൈൻസ് എനിക്ക് വരയ്ക്കാം അല്ലേ. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ പോയിന്റിലൂടെ എൻ്റെ ലൈൻ കടന്നു പോകും വേണം. അറ്റ് ദ സെയിം ടൈം ഈ ലൈനിന് പാരലൽ ആയിരിക്കും അല്ലേ. ഈ പോയിന്റിലൂടെ എൻ്റെ ലൈൻ കടന്നു പോകും വേണം. അറ്റ് ദ സെയിം ടൈം എന്തായിരിക്കണം? ഈ ലൈനിന് ഈ വെക്ടറിന് പാരലൽ ആയിരിക്കണം അല്ലേ. അങ്ങനെയാണ് എങ്കിൽ there will be only one line, that will be this അല്ലേ. its direction will be changed, ഇങ്ങോട്ടാവാം ഇങ്ങോട്ടാവാം അല്ലേ. അപ്പോൾ in this direction passing through this point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be only a vector, this. ഓക്കെ, ഇപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കലാണ് എന്ത് ഈ സെക്ഷനകത്ത് പറയുന്നത്. ഓക്കെ, സോ വി ഫൈൻഡ് ഔട്ട് ദി ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ടൈപ്പ് ഇക്വേഷൻസ് സോൾവ് ചെയ്യും. ദാറ്റ് ഈസ് വൺ ഈസ് ദി വെക്റ്റർ ഫോം ആൻഡ് അനദർ വൺ ഈസ് ദി കാർട്ടീഷ്യൻ ഫോം. ഇപ്പോൾ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് യെസ് ഇറ്റ് വിൽ ബി എ വെക്റ്റർ.
ijk കമ്പോണൻസ് ഉള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും എന്ത് വെക്റ്റർ ഫോം. ആൻഡ് വാട്ട് ഈസ് കാർട്ടീസിയൻ ഫോം? കാർട്ടീസിയൻ ഫോം എന്ന് പറയുന്നത് ഈ വെക്റ്റർ ഫോം എന്നൊക്കെ ഡിവൈഡ് ആയിട്ട് നമുക്ക് എക്സ് വൈ സെഡ് കമ്പോണൻസ് മാത്രം വരുന്ന ഇക്വേഷൻസ്, അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ. ഇപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ ഈസ് y is equal to mx plus c അല്ലേ. എലിപ്സിൻ്റെ ഇക്വേഷൻ x² + y² + b² എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എക്സും വൈക്കും മാത്രമേ ഉള്ളൂ. ഇത്തരമുള്ള ഇക്വേഷൻസ് നമ്മൾ കാർട്ടീസിയൻ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, സോ വിൽ ഫൈൻഡ് ഔട്ട് ദി വെക്റ്റർ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കണ്ടീഷനാണ്. ഇവിടെ ഇക്വേഷൻ ഓഫ് എ ലൈൻ അതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ കണ്ടീഷൻ എന്താണ്? എ ലൈൻ പാസസ് ത്രൂ എ പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് പാരലൽ ടു എ വെക്റ്റർ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ഓർത്തിരിക്കുമ്പോൾ മാത്രം, ഈ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഐ എം ഡ്രോയിങ് ദാറ്റ് ഫിഗർ. ദിസ് ഈസ് മൈ എക്സ് y and z axis. This is my origin 0. I am taking a point. This is my point A. This is my point A, and ഇതിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ A. Okay, and this is my vector B. Okay, ഇപ്പോൾ എന്താ കണ്ടീഷൻ? I have to draw a vector passing through A. A എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു വെക്ടർ എനിക്ക് വരയ്ക്കാം. ഒരുപാട് വെക്ടേഴ്സ് എനിക്ക് വരയ്ക്കാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ വെക്ടർ എന്തായിരിക്കണം? വെക്ടർ ബിയുടെ ഡയറക്ഷനിലായിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി പാരലൽ അല്ലേ. ഇപ്പം ഇതിലൂടെ കടന്നു പോകും വേണം, ഇതിന് പാരലൽ ആവും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you will get that vector as like this അല്ലേ. ഇങ്ങനെയായിരിക്കും എന്ത് എനിക്ക് കിട്ടേണ്ട വെക്ടർ അല്ലേ. it is passing through this point and it is parallel to this vector. Okay, now in order to ഈ ഒരു ലൈനിന്റെ L എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ I am considering another point here which is P. ഒരു ആർബിട്രറി പോയിന്റ് ആണ് കേട്ടോ. and its position vector, അതിന്റെ പൊസിഷൻ വെക്ടർ I am getting as ഇതാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ. ഇതിൻ്റെ പൊസിഷൻ വെക്ടർ വെക്ടർ R. ഓക്കെ, നൗ ശ്രദ്ധിക്കാം, we will get a triangle from here അല്ലേ. ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടില്ലേ. this triangle, this is origin, this is point A, this is point P അല്ലേ. ഒറിജിനിൽ നിന്ന് A എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടർ ഇതിന്റെ പൊസിഷൻ വെക്ടറാണ് വെക്ടർ A. ഒറിജിനിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടർ അല്ലേ, അതിന്റെ പൊസിഷൻ വെക്ടറാണ് R. ആൻഡ് ദിസ് ഡയറക്ഷൻ, ഈ ലൈനിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലേ. സോ ദിസ് വെക്ടർ ഈസ് വെക്ടർ AP. ഓക്കെ, സോ ദിസ് ഈസ് മൈ വെക്ടർ. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ കൊടുക്കാം അല്ലേ. എങ്ങനെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ കൊടുക്കുക? ടെർമിനൽ പോയിന്റ് ഓഫ് വൺ വെക്ടർ ഷുഡ് കോയിൻസൈഡ് വിത്ത് ഇനീഷ്യൽ പോയിന്റ് ഓഫ് അനദർ വെക്ടർ. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ വിൽ ബി ദി അഡീഷൻ ഓഫ് ദ പ്രീവിയസ് ടു വെക്ടേഴ്സ് അല്ലേ. ഇവിടെ നോക്കാം, OA എന്ന് പറയുന്ന വെക്ടറിന്റെ ടെർമിനൽ പോയിന്റ് ഇസ് ദിസ്. AP എന്ന് പറയുന്ന വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് ഇസ് ദിസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ കൊടുക്കുമ്പോൾ വെക്ടർ A plus vector AP we will get as R അല്ലേ. വെക്ടർ A plus vector AP എനിക്ക് എന്ത് കിട്ടി? R എന്ന് കിട്ടി. Now ശ്രദ്ധിക്കുക, what is AP? AP എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ചെറിയൊരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ആണ് അല്ലേ. and this line are parallel അല്ലേ. AP is parallel to vector AP is parallel to vector B. AP is parallel to vector B അല്ലേ. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ I can write one as the scalar multiplication of the other അല്ലേ. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ ഒന്ന് വേറെ ഒന്നിന്റെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എനിക്ക് എഴുതാം. AP will be some scalar multiple lambda into vector B. Okay, so I am substituting here and the equation എനിക്ക് എന്ത് കിട്ടി? R is equal to vector R is equal to vector A plus lambda into vector B. This is the vector equation
of a line passing through a point A and parallel to a vector B. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ R എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ ഇക്വേഷൻ അല്ലേ, L അല്ലേ? ഈ ലൈനിന്റെ ലോക്കസിലുള്ള ഏതെങ്കിലും ഒരു ജനറൽ പോയിന്റ്, ഈ ലൈനിന്റെ ലോക്കസിലുള്ള ഏതെങ്കിലും ഒരു ജനറൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ R. ഓക്കെ, നൗ വാട്ട് ഈസ് A? A എന്ന് പറയുന്നത് യെസ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും, ദ ലൈൻ പാസസ് ത്രൂ എ പോയിന്റ് എന്ന് തരും അല്ലേ? ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് എന്ത്? ദിസ് A. So this denotes the point, position vector of the point. And what is lambda? Lambda ഒരു കോൺസ്റ്റന്റ് ആണ്, സ്കെയിലർ കോൺസ്റ്റന്റ് ആണ്, it will be a number. And what is B? B എന്ന് ഉദ്ദേശിക്കുന്നത് യെസ് സെയിം കണ്ടീഷൻ, ഈ ലൈൻ പാസസ് ത്രൂ ദിസ് പോയിന്റ് A എന്ന് തരും, at the same time എന്ത് തരും? It will be parallel to a vector അല്ലേ? ഒരു വെക്ടറിന് പാരലൽ ആണ് എന്ന് കൂടി നമ്മളോട് പറയും. And that vector is B. So B is nothing but the parallel vector. So this is the equation of the line passes through a point A and parallel to the vector B. Note here, വളരെ important ആണ്. Vector R is equal to A plus lambda B. But doesn't bother about ഈ പ്രൂഫ് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രയാങ്കുലർ ലോ ഓഫ് ഫാക്ടർ അഡിഷൻ ആണ്. ഓക്കെ ഫൈൻ. So this is the vector equation. Okay. Now we have to find the Cartesian equation. Cartesian equation നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം കേട്ടോ. ശ്രദ്ധിക്കുക, Cartesian equation. Cartesian equation ഞാൻ പറഞ്ഞു, it will not contain any sort of these vectors ഒന്നും ഉണ്ടാവില്ല ആ ഇക്വേഷനകത്ത്. ഓക്കെ, now വെക്ടർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ ലോക്കസിനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് R. ഞാൻ അത് എടുത്തു, ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് xi plus yj plus zk. ഓക്കെ, now what is this A? A എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്നത് എൻ്റെ ലൈൻ കടന്നു പോകുന്ന ഈ R എന്ന് പറയുന്ന പോയിന്റുള്ള ലൈന് കടന്നു പോകുന്ന വെക്ടർ ആണെന്ത്? കടന്നു പോകുന്ന പോയിന്റ് ആണെന്ത്? വെക്ടർ A. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് A. So I am taking vector A as x1i y1j z1k. Okay, and B is nothing but the vector parallel. B is nothing but the vector parallel to നമുക്ക് ഏതാണോ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത് that vector. Okay, and B ഞാൻ എടുക്കുന്നു as ai plus bj plus ck. Okay, now എൻ്റെ ഇക്വേഷനകത്തൊക്കെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എന്താ ഇക്വേഷൻ? വെക്ടർ R is equal to, that is xi yj zk is equal to this vector plus this അല്ലേ? that is x1i y1j z1k plus lambda into s ai bj ck. ഓക്കെ, ഇപ്പോൾ ലാംഡ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ്, നമുക്ക് എന്താ കിട്ടുക? ഈ ലാംഡ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എസ് എസ് ലാംഡ എ ഐ ലാംഡ ബി ജെ ലാംഡ സി കെ. ഓക്കെ, നൗ ഈ രണ്ട് വെക്ടേഴ്സ് എനിക്ക് ആഡ് ചെയ്യണം അല്ലേ? ഈ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണൻസ് ആഡ് ചെയ്യാം അല്ലേ? ഹിയർ ഇറ്റ് ഈസ് x1, ഹിയർ ഇറ്റ് ഈസ് ലാംഡ എ, ദാറ്റ് ഈസ് x1 plus lambda a I plus y1 plus lambda b j plus z1 plus lambda c k, which is equal to xi plus yj plus zk. Okay, so these two vectors are equal. ഈ രണ്ട് വെക്ടേഴ്സും എന്താണ്? ഈക്വൽ ആണ്. അതല്ലേ ഈ കൺസെപ്റ്റ് പറയുന്നത്, അതല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അല്ലേ? അപ്പോൾ എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവുക? Two vectors are equal if
their corresponding I components, J components and K components എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം. എന്നാലേ എന്താവുള്ള രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആവുള്ളൂ അല്ലേ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ഒരു രണ്ട് വെക്ടേഴ്സിന്റെയും I components ആരൊക്കെയാ, here it is x which is equal to here x1 plus lambda a അല്ലേ. x is equal to x1 plus lambda a. ഇവിടെ നിന്ന് നമുക്ക് ലാംഡ കിട്ടുമല്ലോ. ഈ x1 ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ we get x minus x1 is equal to lambda a എന്ന് കിട്ടും അല്ലേ. സോ അവിടെ നിന്ന് a ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ I get x minus x1 is equal to lambda. x minus x1 by a is equal to lambda എന്ന് കിട്ടുമല്ലോ. സിമിലർലി ഇവിടെയും നമുക്ക് എങ്ങനെ കിട്ടും, here j component is y is equal to ഇവിടെ ആരാണ് y1 plus lambda b അല്ലേ. y1 minus y1 is equal to lambda b, that is y1 minus y1 by b is equal to lambda. Similarly ഇവിടെ നമുക്ക് കിട്ടുന്നത് z minus z1 by c is equal to lambda. So ഈ ലാംഡയ്ക്ക് നമുക്ക് അവിടെ കിട്ടി x minus x1 by a, y minus y1 by b, z minus z1 by c. ഇത് ഈ മൂന്ന് റിസൾട്ടും they gives the value of lambda അല്ലേ. സോ കറക്റ്റീവ് ആയിട്ട് എനിക്ക് ഇങ്ങനെ എഴുതാം, you can write as x minus x1 by a is equal to y minus y1 by b is equal to z minus z1 by c അല്ലേ. they are equal and it is equal to some constant lambda അല്ലേ. so this is the Cartesian equation. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാർട്ടീസിയൻ ഇക്വേഷൻ. ആൻഡ് ഈ കാർട്ടീസിയൻ ഇക്വേഷനകത്ത് ശ്രദ്ധിക്കുന്ന സമയത്ത് നോക്കുക, ടേംസ് നോക്കുക. കാർട്ടീസിയൻ ഇക്വേഷനകത്ത് ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഹിയർ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ ഉണ്ടല്ലോ, ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ലൈൻ ഇല്ലേ. ആ ലൈനിൽ നമ്മൾ എടുക്കുന്ന ഒരു ജനറൽ പോയിന്റ് ഇല്ലേ, ആ ജനറൽ പോയിന്റിന്റെ സ്കെയിലർ കമ്പോണൻസ് ആണ് എക്സ് വൈ സെഡ്. ഓക്കെ, വാട്ട് ഈസ് x1 y1 z1? x1 y1 z1 എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്കുള്ളത് അല്ലേ, ഏത് വെക്ടർ എയിലാണ്. അതായത് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും അല്ലേ. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ് ആണ് x1 y1 z1. കണ്ടോ, x1 y1 z1. so x1 y1 z1 denotes the passing point. ഏത് പോയിന്റിലൂടെയാണോ നമ്മുടെ ലൈൻ കടന്നു പോകുന്നത് ആ പോയിന്റ് ആണ് എന്ത് x1 y1 z1. ഓക്കെ, now what is ABC? ABC denotes എവിടെ ABC വരുന്നത്, ദാ വെക്ടർ B യിലാണ് ദാ AI BJ CK ABC വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ, ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഈ ലൈൻ ഈസ് പാരലൽ ടു എ വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് പാരലൽ ടു എ ഗിവൺ വെക്ടർ എന്ന് പറഞ്ഞിട്ടില്ലേ. ഈ പാരലൽ വെക്ടറിന്റെ കമ്പോണൻസ് ആണ് എന്ത്, A, B and C. So this A, B and C represents parallel vector. Okay, so രണ്ട് equations, vector R is equal to A plus lambda B, and Cartesian equation x minus x1 by A is equal to y minus y1 by B, which is equal to z minus z1 by C. Okay, so ഈ ഇക്വേഷൻ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ടെസ്റ്റിനകത്ത് സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ യു നോ നീഡ് ടു കോപ്പി ചെയ്യേണ്ട, നിങ്ങൾ ടെസ്റ്റിനകത്ത് സോൾവ് ആണ് ഓൾറെഡി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി വെക്ടർ and Cartesian equation of the line through the point 5, 2, minus 4, through the point 5, 2, minus 4, and which is parallel to the vector, which is parallel to the vector 3i plus 2j minus 8. ഓക്കെ, സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്താ പ്രത്യേകത, ആ ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്.
that is we have a point through the line passes അല്ലേ ആ പോയിന്റ് എത്രയാണ് 5 2 -4 and at the same time passing through this point ആ ലൈൻ എന്തായിരിക്കണം should be parallel to yes 3i plus 2j minus 8k അല്ലേ 3i plus 2j minus 8k എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിരിക്കും സോ ഇതിനോട് കടന്നു പോകാൻ വേണം ഇത് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വെക്ടർ ദിസ് ഈസ് ദി ഡിസൈഡ് വെക്ടർ അല്ലേ അപ്പോൾ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കണം യെസ് അറ്റ് ദ സെയിം ടൈം കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ സോ വാട്ട് ഈസ് ദി വെക്ടർ ഇക്വേഷൻ r is equal to a plus lambda b അപ്പോൾ വെക്ടർ ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ അപ്പോൾ വെക്ടർ r is equal to ശ്രദ്ധിക്കുക വാട്ട് ഈസ് a എന്ന് പറയുന്നത് എൻ്റെ ലൈൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ അല്ലേ ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് ആണ് എന്ത് a സോ ദ പോയിന്റ് ഈസ് 5 2 -4 സോ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ത് വരും ജസ്റ്റ് ij k കമ്പോണൻസ് കൊടുത്തു കഴിഞ്ഞാൽ 5a 5i 2j -4k plus lambda into what is vector b vector b is nothing but the vector parallel അല്ലേ നമുക്ക് കടന്നു പോകുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സ് ദാറ്റ് ഈസ് 3i plus 2j minus 8k 3i plus 2j minus 8k okay so we get the decide vector equation കിട്ടി r is equal to a plus lambda b ആണ് and just substitute ചെയ്യാം നമുക്ക് ആൻസർ കിട്ടിയത് 5i plus 2j minus 4k plus lambda into 3i plus 2j minus 8k so we are done with the vector equation similarly നമുക്ക് എന്ത് കണ്ടുപിടിക്കാം we can find the Cartesian equation okay so Cartesian equation എന്താ പറയുന്നത് x minus x1 by a y minus y1 by b z minus z1 by c right that is x minus yes ഈ x1 y1 z1 ഞാൻ പറഞ്ഞു എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ കടന്നു പോകുന്ന പോയിന്റ് അല്ലേ നമുക്ക് തന്നിട്ടുണ്ട് y5 2 -4 so this is x1 y1 z1 okay and what is abc എന്ന് പറയുന്നത് yes നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ലൈൻ അല്ലേ it should pass this point at the same time എന്തായിരിക്കണം പാരലൽ ആയിരിക്കണം അല്ലേ അപ്പോൾ this parallel വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ് എന്ത് abc പാരലൽ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് 3i 2j minus 8k so ഇതാണ് എൻ്റെ a b c so what will be the equation x minus x1 is 5 by a എന്ന് പറയുന്നത് പാരലൽ വെക്ടറിലേക്ക് നോക്കുക പാരലൽ വെക്ടർ is yes 3 which is equal to y minus y1 here is 2 and b എന്ന് പറയുമ്പോൾ j യുടെ കമ്പോണന്റ് is 2 which is equal to z minus z1 എന്ന് പറയുന്നത് here is -4 ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് which I get as +4 by -8 അപ്പോൾ സിമ്പിൾ അല്ലേ സിമ്പിൾ ആണ് അല്ലേ ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ കണ്ടീഷൻ മനസ്സിലാക്കുക ഇവിടെ പൊസിഷൻ r എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ സർഫസിനകത്തുള്ള ഈ ലോക്കസിനകത്തുള്ള ഏതെങ്കിലും ഒരു റാൻഡം പോയിന്റിന്റെ എന്താണ് പൊസിഷൻ വെക്ടർ ആണത് r ഓക്കെ a എന്ന് പറയുന്നത് നമുക്കിവിടെ കടന്നു പോകുന്നു പാസ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്ന പോയിന്റ് അല്ലേ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് എന്ത് a okay here 5 2 -4 ആണ് പോയിന്റ് എങ്കിൽ what will be the position vector 5i plus 2j minus 4k okay position vector and lambda is a constant number ആണ് പാരലൽ ആയതുകൊണ്ടാണ് ഒരാളുടെ എന്തായിരിക്കും സ്കെയിലർ മൾട്ടിപ്പിൾ ആയിരിക്കും അതുകൊണ്ടാണ് ലാംഡ കൊടുത്തത് and what is b എന്ന് പറയുന്നത് yes നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ലൈനിന് പാരലൽ ആയി കടന്നു പോകുന്ന ലൈൻ അല്ലേ this is b okay now Cartesian equation x minus x1 by a y minus y1 by b z minus z1 by c ഉറപ്പിക്കുക x y z എന്ന് പറയുന്നത് ഒരു ജനറൽ പോയിന്റ് ഞാനിവിടെ എടുക്കുന്ന ജനറൽ പോയിന്റിന്റെ സ്കെയിലർ കമ്പോണൻസ് x1 y1 z1 എന്ന് പറയുന്നത് യെസ് നമുക്ക് കടന്നു പോകുന്നു എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ അതിന്റെ സ്കെയിലർ കമ്പോണൻസ് a b c എന്ന് പറയുന്നത് യെസ് പാരലൽ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ് ഓക്കെ so this is the equation of a line passing through a point and parallel to a vector okay now we are going to discuss about the second condition രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് കടക്കുക കേട്ടോ അപ്പോൾ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ ആണ് എന്ത് നമുക്ക് ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റും
അതുപോലെ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും തന്നിട്ടുണ്ട് എങ്കിൽ we can find the equation of the line. So second condition now the second condition is equation of a line passing through two points. Simple. Equation of a line passing through two points. രണ്ട് points തരും. We have to find equation of the line passing through two points. ആ രണ്ട് പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ജസ്റ്റ് ലൈക്ക് നമ്മൾ ഇവിടെയും എന്ത് രണ്ട് ഇക്വേഷൻസ് പ്ലോട്ട് ചെയ്യും. ദാറ്റ് ഈസ് വെക്റ്റർ ഇക്വേഷനും കാർട്ടീസിയൻ ഇക്വേഷനും നമ്മളിവിടെ പറയും കേട്ടോ. ദിസ് ഈസ് എക്സ് വൈ സെഡ്. ഓക്കെ, നൗ നമുക്ക് എന്ത് വേണം? രണ്ട് പോയിന്റ്സ് വേണം അല്ലേ? സോ രണ്ട് പോയിന്റ്സ്, ഇവിടെ ഞാൻ ഒരു പോയിന്റ് എടുക്കുകയാണ്. ദിസ് ഈസ് മൈ പോയിന്റ് എ ആൻഡ് ഹിയർ ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് ആണ് ബി. ഓക്കെ, നൗ ശ്രദ്ധിക്കുക, ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ ദിസ് ഈസ് ഐ എം ടേക്കിംഗ് ആസ് വെക്ടർ എ. ഓക്കെ, നൗ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ ദാറ്റ് ഈസ് വെക്ടർ ബി. ഓക്കെ, ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് രണ്ട് പോയിന്റ്സ് തന്നു, എ ആൻഡ് ബി. ഓക്കെ, ദിസ് ഈസ് x1 y1 z1, ദിസ് ഈസ് x2 y2 z2. ജസ്റ്റ് പറഞ്ഞു തന്നു കേട്ടോ. സോ രണ്ട് പോയിന്റിനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ലൈൻ പാസ് ചെയ്യുക? ഇറ്റ് വിൽ ബി പാസിംഗ് ദിസ് വിൽ ബി ദാറ്റ് ലൈൻ. ഇതായിരിക്കും ലൈൻ അല്ലേ? വെക്ടർ എ ബി ഇതായിരിക്കും ലൈൻ. സോ ഐ എം കൺസിഡറിങ് സം പോയിന്റ് ഹിയർ സി എന്നുള്ള പറയുന്ന പോയിന്റ് എടുത്തു. ആൻഡ് സി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ, ഈ റെഡ് ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വെക്ടർ എ ബി കേട്ടോ. അപ്പോൾ ആ ലൈനിന്റെ ലോക്കസിനകത്തുള്ള ഒരു പോയിന്റ് ഞാൻ എടുത്തു സി, ആൻഡ് ഈ സി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് this is the position vector of the point C. ഇപ്പോൾ ഫിഗർ ക്ലിയർ അല്ലേ? നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. വൺ ഈസ് പോയിന്റ് എ x1 y1 z1 ആൻഡ് അനദർ വൺ ഈസ് ദി പോയിന്റ് ബി x2 y2 z2. ഓക്കെ, ഇപ്പോൾ എയുടെയും ബിയുടെയും പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി റെസ്പെക്റ്റീവ്ലി. ആൻഡ് ഐ എം ടേക്കിംഗ് എ പോയിന്റ് സി സച്ച് ദാറ്റ് ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഈ വെക്ടർ എ ബിയുടെ ലോക്കസിലുള്ള ഒരു പോയിന്റ് ആണ്, ജനറൽ പോയിന്റ് ആണ്. And its position vector, ഇതിന്റെ കോർഡിനേറ്റ്സ് വേണമെങ്കിൽ I can take it x y z, c എന്നുള്ള പോയിന്റ്. And ഇതിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ. ഓക്കെ, സോ വെക്ടർ എ, വെക്ടർ ആർ, വെക്ടർ ബി and here. So ശ്രദ്ധിക്കുക, when we consider this triangle, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് O A C. ഓക്കെ, ഈ വെക്ടർ O A എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ എ ആണ് അല്ലേ? വെക്ടർ ഒ സി എന്ന് പറയുന്നത് എസ് പൊസിഷൻ വെക്ടർ സി ആണ്. ആൻഡ് ദിസ് ഈസ് വെക്ടർ എ സി. ഓക്കെ, നൗ അപ്ലൈയിങ് എന്ത് അപ്ലൈ ചെയ്യാം നമുക്ക്? യെസ്, ട്രയാങ്കുലർ ലോ ഓഫ് ട്രഡീഷൻ അപ്ലൈ ചെയ്യാം. യെസ്, വെക്ടർ ഒ ദിസ് ഈ സൈഡും കൂട്ടിയാൽ യു ഗെറ്റ് ദിസ് സൈഡ് അല്ലേ? ഒ എ, ഈ എയുടെ എസ് ടെർമിനൽ പോയിന്റും ഈ വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് സെയിം ആണ്. സോ ദിസ് രണ്ടും കൂട്ടിങ്ങനെ വി ഗെറ്റ് ദിസ്. ദാറ്റ് ഈസ് വെക്ടർ എ പ്ലസ് വെക്ടർ എ സി വി വിൽ ഗെറ്റ് ആസ് എന്ത് കിട്ടും നമുക്ക്? വി ഗെറ്റ് ആസ് വെക്ടർ ആർ. ദിസ് ഈസ് വെക്ടർ ആർ. ഒ സി എന്നത് വെക്ടർ ആർ. യെസ്, വെക്ടർ ആർ. ഓക്കെ, നൗ വാട്ട് ഈസ് എ സി? എ സി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? എ സി വിൽ ബി ഈക്വൽ ടു ആർ മൈനസ് എ. ഓക്കെ, നൗ അടുത്ത ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ? വി ആർ ഹാവിങ് അനദർ ട്രയാങ്കിൾ. ഒരു വലിയ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? 0 origin A B, this one. This is O, this is A, this is B. 3 points
ഒറിജിൻ എയിലേക്കുള്ളതാണ് പൊസിഷൻ വെക്ടർ ഓഫ് എ, ഒറിജിൻ ബിയിലേക്കുള്ളതാണ് പൊസിഷൻ വെക്ടർ ഓഫ് ബി, ആൻഡ് ദിസ് ഈസ് എ ബി അല്ലേ. ഇവിടെയും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ട്രയാങ്കുലർ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. ഈ വെക്ടറിന്റെ ടെർമിനൽ പോയിന്റും ഈ വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റും സെയിം ആണ്. സോ ഇതും കൂട്ടിക്കഴിഞ്ഞാൽ വി ഗെറ്റ് ദിസ് വെക്ടർ. That is vector A plus vector AB you will get as vector B. Here vector AB is equal to what is 3B? B minus A. Okay. Now ശ്രദ്ധിക്കാം, ഈ രണ്ട് ലൈൻസ് അല്ലേ, ഈ വെക്ടർ AC യും അതുപോലെ വെക്ടർ AB യും ഈ 3 പോയിന്റ്സ് A, C and B അല്ലേ, ഇത് മൂന്നും ഒരു ലൈനിൽ കിടക്കുന്ന പോയിന്റ്സ് ആണല്ലോ അല്ലേ. അത്തരം പോയിന്റ്സിനെ വി കോൾഡ് ആസ് കൊളീനിയർ പോയിന്റ്സ് അല്ലേ. കൊളീനിയർ പോയിന്റ്സ് ഏതൊക്കെ കൊളീനിയർ പോയിന്റ്സ് ആണ്? എ, ബി ആൻഡ് സി ആർ കൊളീനിയർ പോയിന്റ്സ്. എന്താ റീസൺ? എയും സിയും ബിയും ഒരു ലൈനിലാണ് കിടക്കുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ സിയും എ ബിയും പാരലൽ ആണെന്ന് പറഞ്ഞൂടെ. വെക്ടർ എ സി ഈസ് പാരലൽ ടു വെക്ടർ എ ബി എന്ന് പറഞ്ഞൂടെ അല്ലേ. ഇതൊരു സിംഗിൾ ലൈനാണ്. ആ സിംഗിൾ ലൈനിന്റെ പകുതിയാണല്ലോ എ സി, പകുതിയല്ല സം പോർഷൻ ആണ് എ സി അല്ലേ. സോ എ സി ഈസ് പാരലൽ ടു എ ബി. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് വെക്ടർ എ സി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് സ്കേലാർ മൾട്ടിപ്പിൾ ഇൻറ്റു അനദർ വെക്ടർ. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. സോ വാട്ട് ഈസ് വെക്ടർ എ സി? വെക്ടർ എ സി ഈസ് നത്തിങ് ബട്ട് ആർ മൈനസ് എ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു വാട്ട് ഈസ് വെക്ടർ എ ബി? വെക്ടർ എ ബി ഈസ് ബി മൈനസ് എ. ഓക്കെ, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ വെക്ടർ ആർ മൈനസ് എ ഇസ് ഈക്വൽ ടു ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ലാംഡ ബി മൈനസ് ലാംഡ എ അല്ലേ. വേണ്ട, ഈ മൈനസ് എ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായി? യെസ്, ആർ ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ കിട്ടുക? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. സോ ദിസ് ഈസ് ദി required vector equation of a line passing through two given points a plus lambda into b minus a. Okay, so a plus lambda into b minus a. ശ്രദ്ധിക്കുക, what is a എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് അല്ലേ. ഫസ്റ്റ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ a. and what is vector b? വെക്ടർ b എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ഇതാ വെക്ടർ ബി. ദിസ് ഇസ് ബി അല്ലേ. ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുന്ന യെസ് അതിന്റെ പൊസിഷൻ ഡിഫൈൻ ചെയ്ത വെക്ടർ ആണ് വെക്ടർ ബി. ഓക്കെ, സോ ഇതാണ് എന്ത് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ടു പോയിന്റ്സ്. രണ്ട് പോയിന്റ്സ് തന്നു, രണ്ട് പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന ആ ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ നമുക്ക് കിട്ടിയെന്ന എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ്. ഓക്കെ, നൗ ഈ വെക്ടർ ഇക്വേഷൻ കിട്ടിയ പോലെ തന്നെ വി ഹാവ് ടു ഫൈൻഡ് യെസ് കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ. സോ ജസ്റ്റ് ഈ പ്രൂഫ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, പ്രൂഫ് എങ്ങനെ വന്നു എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ ജസ്റ്റ് നമ്മൾ എന്താ ട്രയാങ്കുലർ ഓഫ് വെക്ടർ അഡീഷൻ മാത്രം അപ്ലൈ ചെയ്യുന്നു. ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് യെസ് ഈ ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. സോ വി ഹാവ് ടു ഫൈൻഡ് ദി കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞത് എന്താ, സെയിം ഇക്വേഷൻ തന്നെ. നമുക്ക് എന്തുണ്ടാവില്ല, വെക്ടർ കമ്പോണൻസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എക്സ് വൈ സെഡിന്റെ കമ്പോണൻസ് മാത്രമേ എന്തുണ്ടാവുള്ളൂ നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷനകത്ത് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് മൈ വെക്ടർ ഇക്വേഷൻ. ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഓക്കെ, നൗ വാട്ട് ഈസ് ആർ? ആർ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇവിടെ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ, ഒരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ. ആ ലൈനിന്റെ ലോക്കസിലുള്ള ഏതെങ്കിലും ഒരു ജനറൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ് ആർ അല്ലേ. സോ ആർ എന്നുള്ള പൊസിഷൻ വെക്ടർ ഞാൻ ടേക്കിംഗ് ഇറ്റ് ആസ് xi plus yj plus zk എന്ന് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് എ? ഞാൻ പറഞ്ഞു എന്താ, എൻ്റെ ലൈൻ കടന്നു പോകുന്ന രണ്ട് പോയിന്റ്സിന്റെ ഫസ്റ്റ് പോയിന്റ് ഇനീഷ്യൽ പോയിന്റ് അല്ലേ. അപ്പോൾ എ ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് x1i y1j z1k. ഓക്കെ, വാട്ട് ഈസ് ബി? ബി എന്ന് പറയുന്നത് യെസ് നമ്മുടെ ലൈൻ കടന്നു പോകുന്ന രണ്ടാമത്തെ പോയിന്റ് അല്ലേ. ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് x2i y2j z2k. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ആസ് യെസ് xi plus yj
പ്ലസ് സെറ്റ് കെ. ഇതായിരുന്നു എൻ്റെ വെക്റ്റർ ആർ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എ. എ എന്ന് പറഞ്ഞ വെക്റ്റർ ഏതാ? x1i y1j z1k പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ. ഈ വെക്റ്റർ മൈനസ് ഈ വെക്റ്റർ അല്ലേ, ഈ രണ്ട് വെക്റ്റേഴ്സ് എങ്ങനെ മൈനസ് ചെയ്യുക? കറസ്പോണ്ടിങ് ഐയുടെ കമ്പോണൻസും ജെയുടെ കമ്പോണൻസും കെയുടെ കമ്പോണൻസും മൈനസ് ചെയ്യുക. ഓക്കെ, സോ ബി മൈനസ് എ വിൽ ബി ഗിവൻ as x2 minus x1i, x2 minus x1i, yes, x2 minus x1i plus y2 minus y1j plus z2 minus z1. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരും അല്ലേ. ഒന്നുകൂടി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ വി ഹാവ് ടു ആഡ് ദീസ് ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുക? അഗെയിൻ സെയിം പ്രൊസീജിയർ. എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ഐ കമ്പോണൻസ് ആഡ് ചെയ്യുക. സോ ഹിയർ ഐ കമ്പോണൻറ്റ് ഈസ് x1 പ്ലസ് ഇവിടുത്തെ എക്സ് കമ്പോണൻറ്റ് എന്താ? ലാംഡ ഇൻറ്റു x2 മൈനസ് x1, ലാംഡ ഇൻറ്റു x2 മൈനസ് x1 അല്ലേ. അടുത്ത ആളെന്ത് വരും? യെസ്, അടുത്ത ആളെന്ത് വരും? ഇവിടെ y1 പ്ലസ് ഇവിടെ എന്ത് വരും? ലാംഡ ഇൻറ്റു y2 മൈനസ് y1. അടുത്ത ആള് z1 പ്ലസ് ലാംഡ ഇൻറ്റു z2 മൈനസ് z1, z2 മൈനസ് z1. Okay, so these two vectors are equal അല്ലേ. xi പ്ലസ് yj പ്ലസ് zk എന്ന് പറയുന്ന വെക്ടറും നമ്മളിവിടെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കണ്ടുപിടിച്ച ഈ വെക്ടറും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പം ഈക്വൽ ആണ് എന്നെങ്കിൽ ഇഫ് ദീസ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ വെക്ടേഴ്സ്, ഈക്വൽ വെക്ടേഴ്സ് ആണുള്ള കണ്ടീഷൻ എന്താ? കറസ്പോണ്ടിങ് അതിൻ്റെ ഐ കമ്പോണൻസും ജെ കമ്പോണൻസും കെ കമ്പോണൻസും ആയിരിക്കും ഈക്വൽ ആയിരിക്കും. എന്നാൽ മാത്രമേ എന്താ ഉള്ളൂ? ദേ ആർ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുള്ളൂ അല്ലേ. സോ ഹിയർ ഐ കമ്പോണൻറ്റ് ഈസ് എക്സ്. ഇവിടെ ഐയുടെ കമ്പോണൻറ്റ് എന്താ വരുന്നത്? ഐയുടെ കമ്പോണൻറ്റ് ഇയാളാണ് അല്ലേ. വാട്ട് ഈസ് ദാറ്റ്? x1 പ്ലസ് ലാംഡ ഇൻറ്റു x2 മൈനസ് x1. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. ഈ x1 ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് x1 വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ x2 മൈനസ് ലാംഡ x1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നില്ല, നമുക്ക് ലാംഡയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ലാംഡ x2 മൈനസ് x1. സോ വാട്ട് വിൽ ബി ലാംഡ ഹിയർ? ഈ x2 മൈനസ് x1 എടുത്തു കഴിഞ്ഞാൽ x മൈനസ് x1 ബൈ x2 മൈനസ് x1 വിൽ ബി ഈക്വൽ ടു ലാംഡ അല്ലേ. സിമിലർലി നമ്മുടെ y യുടെ കമ്പോണൻസ് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് y. ഇവിടെ j യുടെ കോഎഫിഷ്യന്റ് ഈസ് y ഈസ് ഈക്വൽ ടു ഇവിടെ j യുടെ കോഎഫിഷ്യന്റ് ഈസ് y1 പ്ലസ് ലാംഡ ഇൻറ്റു y2 മൈനസ് y1 അല്ലേ. ഹിയർ അഗൈൻ y1 ഞാൻ ഇവിടെ എടുത്താൽ y മൈനസ് y1 ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു y2 മൈനസ് y1 അല്ലേ. അഗൈൻ ലാംഡ അവിടെ നിർത്തി y2 മൈനസ് y1 എടുത്താൽ y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു ലാംഡ. സെയിം നമുക്ക് എവിടെ കിട്ടും? സെറ്റിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് കെയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? യെസ്, ലാംഡയ്ക്ക് ഒരു എക്സ്പ്രഷൻ. സോ in order to write their Cartesian equation, എല്ലാവരും നോട്ട് ചെയ്യാം. in order to write their Cartesian equation ഇവിടെ കുറച്ച് മായ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചപ്പോഴും ലാംഡയ്ക്ക് ഒരു വാല്യൂ കണ്ടു അല്ലേ. അത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ടാണ് കാർട്ടീസിയൻ ഇക്വേഷൻ കണ്ടുപിടിച്ചത് അല്ലേ. സോ ഹിയർ x മൈനസ് x1 ബൈ x2 മൈനസ് x1 which is equal to lambda, that is equal to the length. So this can be equal to y minus y1 by y2 minus y1 which is equal to z minus z1 by z2 minus z1, that is equal to lambda. ഇതാണ് the desired Cartesian equation. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഒരു വെക്ടർ ഇക്വേഷൻ പഠിച്ചു and a Cartesian equation. What was vector equation? R is equal to a plus lambda into b minus a. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കണ്ടീഷനാണ് അല്ലേ. ഈ ഇക്വേഷൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കണ്ടീഷനാണ് ഓർത്തിരിക്കേണ്ടത്. ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നു and you have to find the equation of the line passing through that പോയിന്റ്സ് അല്ലേ. അപ്പം അങ്ങനത്തെ കേസിനകത്താണ് ഈ രണ്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ആർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും പറഞ്ഞു, നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിലെ ഒരു ജനറൽ പോയിന്റ്, ആ ജനറൽ പോയിന്റിലെ പൊസിഷൻ വെക്ടറാണ്. ആ ഫിഗർ നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് കിട്ടും. ആൻഡ് ഹിയർ എ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന രണ്ട് പോയിന്റ്സിലെ ഫസ്റ്റ് പോയിന്റ്, അതിൻ്റെ പൊസിഷൻ വെക്ടർ. ഓക്കെ, ആൻഡ് ഹിയർ ബി എന്ന് പറയുന്നത് നമുക്ക് തരുന്ന രണ്ടാമത്തെ പോയിന്റ്, അതിൻ്റെ പൊസിഷൻ വെക്ടർ. ഓക്കെ, നൗ ഇൻ ദിസ് കാർട്ടീസിയൻ ഇക്വേഷൻ, യെസ്,
എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഈ ക്വസ്റ്റ്യൻ വെക്ടർ ആണല്ലേ ഇതിൻ്റെ സ്കെയിലാർ കോമ്പൗണ്ട്. x1 y1 z1 എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഫസ്റ്റ് പോയിന്റ്. x2 y2 z2 എന്ന് പറയുന്നത് നമുക്ക് തരുന്ന രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. രണ്ട് ഇക്വേഷൻ, വെക്റ്റർ ഇക്വേഷൻ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ സ്പേസിനകത്ത് പറയാനുള്ളത്. രണ്ട് കണ്ടീഷൻ കേട്ടോ. നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം ഇൻ സ്പേസ്. അതിന് ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റും യെസ് അതിന് ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള വെക്ടറും തരികയാണെങ്കിൽ നമുക്ക് ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലൈൻ പാസ് ചെയ്ത് പോകുന്ന രണ്ട് പോയിന്റ്സ് തരികയാണെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദി വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. നൗ അടുത്തത് നമ്മൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് ലൈൻ ഇൻ സ്പേസ്. രണ്ട് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു, രണ്ട് കണ്ടീഷനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യും. ഓക്കെ, so we can do a question regarding this equation of a plane. Okay, അപ്പോൾ ഇതും സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ പോയിന്റ്സ് -1 0 2 and 3 4 6. Okay, ശ്രദ്ധിക്കാം. We have to find equation of a line. Line equation കണ്ടുപിടിക്കണം. And it is passing through 2 points. രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. This is vector, this is point A and this is point B. Okay, ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ടെർമിനൽ പോയിന്റ്. അപ്പോൾ രണ്ട് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. വെക്റ്റർ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു A പ്ലസ് ലാംഡ ഇൻറ്റു B മൈനസ് A. ഈ എയും ബിയും എന്താണ്? ദേ ആർ ദി പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദി ഫസ്റ്റ് പോയിന്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് റെസ്പെക്റ്റീവ്ലി. സോ വാട്ട് ഹിയർ എ എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? വെക്ടർ ദാറ്റ് ഈസ് ഇതാണ് എൻ്റെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് അല്ലേ? അപ്പോൾ ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് എന്ത്? വെക്ടർ എ. അപ്പോൾ വാട്ട് വിൽ ബി ദി പൊസിഷൻ വെക്ടർ? വി ഗെറ്റ് -i പ്ലസ് 0j, j 0 ആണ് അല്ലേ, പ്ലസ് 2k. ഓക്കെ, വാട്ട് വിൽ ബി വെക്ടർ ബി? ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ അല്ലേ? സോ വാട്ട് വിൽ ബി വെക്ടർ ബി? വെക്ടർ ബി വിൽ ബി 3i പ്ലസ് 4j പ്ലസ് 6k. 3i പ്ലസ് 4j പ്ലസ് 6k. സോ we can find the vector equation അല്ലേ? വെക്ടർ ഇക്വേഷൻ r is equal to a plus lambda b minus a. what is a? a നമുക്ക് ഇവിടെ കിട്ടി -i 0j, 0 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, പ്ലസ് 2k. ഓക്കെ, പ്ലസ് ലാംഡ ഇൻറ്റു b മൈനസ് എ, ദിസ് വെക്ടർ മൈനസ് ദിസ് വെക്ടർ അല്ലേ? ഈ രണ്ട് വെക്ടേഴ്സ് മൈനസ് ചെയ്യുന്ന എങ്ങനെയാണ്? കറസ്പോണ്ടിങ് i j k കമ്പോണൻസിന്റെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക അല്ലേ? ഇപ്പോൾ ഇവിടെ 3, ഇവിടെ -1. 3 minus -1 will be 4i. Here 4j, ഇവിടെ again 0 ആണ് അല്ലേ? ഇവിടെ എത്ര വരും? ഇവിടെ 6ഉം ഇവിടെ 2 ആണ്. So 6 minus 2 will be, so this is the desired required equation. R is equal to minus I plus 2k minus I plus 2k plus lambda into 4i plus 4j plus 4k. Okay, now moving on to another question. ശ്രദ്ധിക്കുക. We have given a Cartesian equation. നമുക്ക് ഒരു ലൈനിന്റെ Cartesian equation തന്നിട്ടുണ്ട്. And is given as x plus 3 by 2 is equal to y minus 3 by 4, which is equal to z plus 6 by 2. Okay, find the vector equation. We have to find the vector equation. Vector equation കണ്ടുപിടിക്കണം. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുള്ളത്. കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. So from this Cartesian equation we have to write the vector equation. Okay, അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ നമുക്കറിയാം എന്താ? x minus x1 by a, y minus y1 by b, z minus z1 by c.
അല്ലേ? ഇത് ഏത് ലൈനിന്റെ കാർട്ടീസിയൻ ഇക്വേഷനാണ്? ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൻ വെക്റ്റർ, അല്ലേ? പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൻ വെക്റ്റർ. ഓക്കെ, അപ്പോൾ ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് എന്ത്? എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൈ മൈനസ് വൈ വൺ ബൈ ബി സെഡ് മൈനസ് സെഡ് വൺ ബൈ സി. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയത്, അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? എക്സ് മൈനസ് എന്നാ വേണ്ടത്, അല്ലേ? ഹിയർ വി ഹാവ് എക്സ് പ്ലസ്. സോ എക്സ് മൈനസ് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് മൈനസ് ത്രീ. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എക്സ് മൈനസ് മൈനസ് ത്രീ ഓഫ് ടു വിച്ച് ഈസ് ഈക്വൽ ടു, യെസ്, ഇവിടെ പ്രശ്നമില്ല, വൈ മൈനസ് ത്രീ ബൈ ഫോർ. ആൻഡ് ഹിയർ സെറ്റ് പ്ലസ് സിക്സ് ആണ്, അല്ലേ? നമുക്ക് വേണ്ട സെറ്റ് മൈനസ് എന്നാണ് വേണ്ടത്. സോ ഐ എം റൈറ്റിംഗ് ആസ് സെറ്റ് മൈനസ് മൈനസ് സിക്സ് ബൈ. സോ ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് യെസ് എക്സ് വൺ വൈ വൺ സെറ്റ് വൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? മൈനസ് ത്രീ ത്രീ മൈനസ് സിക്സ്, അല്ലേ? അതാണ് ആര്? എക്സ് വൺ വൈ വൺ സെറ്റ് വൺ എന്ന് പറയുന്നത് മൈനസ് ത്രീ ത്രീ ആൻഡ് മൈനസ് സിക്സ്. ആൻഡ് വാട്ട് ഈസ് എ ബി സി? എ ബി സി എന്ന് പറയുന്നത് ആരൊക്കെയാ? എ ബി സി ഈസ് ടു ഫോർ ടു. എ ബി സി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാ? 2 4 2. Now going back to our basics, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. What is this x1 y1 z1? x1 y1 z1 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ കടന്നു പോകുന്ന പോയിന്റ്, പാസിംഗ് പോയിന്റ് ആണെന്ത്? x1 y1 z1, ആ പോയിന്റിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. ആൻഡ് വാട്ട് ഈസ് എ ബി സി എന്ന് പറയുന്നത്? യെസ്, നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ലൈൻ അല്ലേ? ആ ലൈനിന് പാരലൽ ആയിട്ട് പാസ് ചെയ്യുന്ന യെസ് ഗിവൺ വെക്ടർ ആണ് എന്ത്? അതിന്റെ സ്കേലാർ കോമ്പോണൻസ് ആണ് എന്ത്? എ ബി സി, അല്ലേ? സോ വി നോ ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്ടർ ആസ് ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി ആണ് എന്ന് നമുക്കറിയാം. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദിസ് വെക്ടർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ കറസ്പോണ്ടിങ് ടു ദിസ് കാർട്ടീസിയൻ ഇക്വേഷൻ. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ. വെക്ടർ എ എന്താണ് മക്കളെ? വെക്ടർ എ is nothing but the position vector of the point through which the line pass, അല്ലേ? ഇപ്പോൾ ലൈൻ കടന്നു പോകുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, ആ പോയിന്റ് ഈസ് x1 y1 z1, ഏതാ? മൈനസ് ത്രീ ത്രീ മൈനസ് സിക്സ് ആണ്, അല്ലേ? സോ വാട്ട് വിൽ ബി ഇസ് പൊസിഷൻ വെക്ടർ? എന്തായിരിക്കും? ദ പൊസിഷൻ വെക്ടർ വിൽ ബി മൈനസ് ത്രീ ഐ പ്ലസ് ത്രീ ജെ മൈനസ് സിക്സ് കെ. ദിസ് വിൽ ബി ദി പൊസിഷൻ വെക്ടർ. Okay, now plus lambda into what is b? B is nothing but the parallel vector, അല്ലേ? ആ പാരലൽ വെക്ടറിന്റെ വെക്ടർ സ്കേലാർ കമ്പോണൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 2 4 2. സോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2i plus 4j plus 2k. So this is the vector equation of the line. This is the vector equation of the line corresponding to the given Cartesian equation. നമുക്ക് തന്നിരിക്കുന്ന കാർട്ടീസിയൻ ഇക്വേഷൻ പ്രകാരമുള്ള യെസ് ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് എന്ത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, കേട്ടോ. ഇപ്പോൾ കാർട്ടീസിയൻ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ദിസ് എക്സ് മൈനസ് ഈ ക്വാണ്ടിറ്റി ഇല്ലേ, വൈ മൈനസ് സെഡ് മൈനസ് ക്വാണ്ടിറ്റി, ഈ ക്വാണ്ടിറ്റി എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ദിസ് ഡിസ്ക്രൈബ്സ് ദി എന്താ? നമുക്ക് കടന്നു പോകുന്ന പോയിന്റിന്റെ യെസ് കടന്നു പോകുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ഓക്കെ, വാട്ട് ഈസ് എ ബി സി? എ ബി സി എന്ന് പറയുന്നത് യെസ് പാരലൽ വെക്ടറിന്റെ കമ്പോണൻസ്, സ്കേലാർ കമ്പോണൻസ്. ഓക്കെ, ഫൈൻ. So we can move to our next topic, that is angle between lines. Angle between two lines. രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾസ്. ഓക്കെ, ഇത് നമ്മൾ we have already discussed in വെക്ടർ ആൾജിബ്ര. വെക്ടർ ആൾജിബ്രയെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കാം. if two vectors, ഇപ്പോൾ രണ്ട് ലൈൻസ് നമുക്ക് തരാണ്. r1 is equal to a1 plus lambda, b1, r is equal to a2 plus lambda, b2. ഓക്കെ, ഈ ഫിഗർ നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം, അല്ലേ? ഈ രണ്ട് ലൈൻസിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഫസ്റ്റ് a1 plus lambda b1 എന്ന പ്രത്യേകത, ദിസ് ഈസ് ദി പോയിന്റ് a ആൻഡ് ദിസ് ഈസ് ദി വെക്ടർ b1. ഓക്കെ, ഇപ്പോൾ ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണെന്ത്? a1. ഓക്കെ,
എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് A1. സോ ആ പോയിന്റിലൂടെ കടന്നു പോകും വേണം, അറ്റ് ദ സെയിം ടൈം B1 പാരലൽ ആവും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ വെക്ടർ? ദി വെക്ടർ വിൽ ബി ലൈക്ക് ദിസ് അല്ലേ? ഇങ്ങനെയായിരിക്കും എൻ്റെ വെക്ടർ. ദിസ് ഈസ് വെക്ടർ A1 plus lambda B1. Okay, now another vector A2 plus lambda B2. A2 plus lambda B2 എന്ന് പറയുന്നത് we will have a point here. ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു. This is B and ഇതിന്റെ പൊസിഷൻ വെക്ടർ ആണ് this is my position vector A2. Okay, now ശ്രദ്ധിക്കുക, A2 എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പോയിന്റ് പൊസിഷൻ വെക്ടർ ആണ് and B2 is this vector. Okay, നമുക്ക് ഈ ലൈൻ ദി ഇക്വേഷൻ ഈ ലൈൻ B എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകും വേണം, at the same time ഇതിന് പാരലൽ ആയിരിക്കും വേണം അല്ലേ? So how will be that line? That line will be like this. ഇതായിരിക്കും എൻ്റെ ലൈൻ A2 plus lambda B2. Okay, so we have to find the angle between these two lines അല്ലേ? ഈ രണ്ട് ലൈന് തമ്മിലുള്ള ആംഗിൾ, രണ്ട് ആംഗിൾ ഞാൻ കണ്ടുപിടിക്കാം. ഇത് രണ്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ? രണ്ട് കൂട്ടിമുട്ടുന്ന എവിടെയാണ്? ദിസ് ഈസ് ദി ആംഗിൾ തീറ്റ. ഓക്കെ, ഈ തീറ്റയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ആംഗിൾ വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ്, ഇവിടെ നോക്കിയേ, ദിസ് ഈസ് B1 അല്ലേ? ദിസ് ഈസ് B2. ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും എന്ത്? B1 ഉം B2 ഉം ഉണ്ടാക്കുന്ന ആംഗിൾ. എന്താ റീസൺ? A1 പാരലൽ ആണെന്ന് B1. A1 plus lambda B1 എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആണെന്ന് B1. അതുപോലെ A2 plus lambda B2 ഈ ലൈനിന് പാരലൽ ആണ് ആര്? B2 അല്ലേ? സോ ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന ആംഗിളും ദിസ് പാരലൽ വെക്ടേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആൻഡ് വി നോ ഹൗ ടു ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് B1 B2 അല്ലേ? നമുക്കറിയാം എന്താ B1 dot B2 വരിക? What is B1 dot B2? B1 dot B2 is mod B1 mod B2 cos theta അല്ലേ? So what will be cos theta? Cos theta നമുക്ക് ഇവിടുന്ന് കിട്ടുമല്ലോ. Cos theta is equal to yes B1 dot B2 divided by mod B1 mod B2. Okay, so this is the equation to find the angle between two vectors. Okay, അപ്പോൾ രണ്ട് ലൈനുകൾ ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is nothing but the angle between the lines B1 and B2 അല്ലേ? B1 B2 എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ തന്നെയാണ് എന്ത്? ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ തീറ്റ. കാരണം എന്താ? ഈ ലൈനും പാരലാണ്, ഈ ലൈനും പാരലാണ്. സോ ഇവർ കൂട്ടിമുട്ടുമ്പോൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ തന്നെയാണ് ഇവർ രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ. ഓക്കെ, സോ ദിസ് ഈസ് ദി equation to find the angle between two lines. R is equal to A1 plus lambda B1 and R is equal to A plus lambda A2 plus lambda B2. Okay, now ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ ഇത് രണ്ടും വെക്റ്റർ ഇക്വേഷൻ ആണ് അല്ലേ? ഇത് രണ്ടും വെക്റ്റർ ഇക്വേഷൻ അല്ലേ? നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം, നമുക്കിപ്പോൾ തരുന്നത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇപ്പം നമുക്ക് രണ്ട് ലൈൻസിൻ്റെയും കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് തരുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, x minus x1 by a1 y minus y1 by b1 z minus z1 by c1. This is the Cartesian equation of E line. Okay, and in the Cartesian equation I am writing x minus x2 by a2 y minus y2 by b2 z minus z2 by c2. ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ we can here also we can find the cos theta angle between two points അല്ലേ? ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? b1 dot b2 അതായത് പാരലൽ വെക്ടേഴ്സിന്റെ രണ്ട് പാരലൽ വെക്ടേഴ്സിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പാരലൽ വെക്ടർ എന്താ കിട്ടുക? ഹിയർ we can infer the parallel vectors a1i b1j c1k. This is the parallel vector. ഇവിടുത്തെ പാരലൽ വെക്ടർ എന്താണ് വരിക? a2i b2j c2k അല്ലേ? സോ b1 dot b2 ഇത് രണ്ടും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക? കറസ്പോണ്ടിങ് i j k ടൈംസ് ഇൻറ്റു ചെയ്യുക പ്ലസ് ചെയ്യുക അല്ലേ? സോ വാട്ട് വിൽ ബി cos theta?
A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 അല്ലേ? ഇങ്ങനെയല്ലേ ഡോട്ട് പ്രൊഡക്റ്റ് വരും. A1 ഇൻറ്റു A2 B1 ഇൻറ്റു B2 C1 ഇൻറ്റു C2 സമം ബൈ. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B1? ഇതാണ് എൻ്റെ B1 എന്ന് പറയുന്ന വെക്ടർ അല്ലേ, പാരലൽ വെക്ടർ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? റൂട്ട് ഓഫ് A1 സ്ക്വയർ B1 സ്ക്വയർ C1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് B2 വരും A2 സ്ക്വയർ B2 സ്ക്വയർ C2 സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ദി equation for finding in the angle cos theta between two lines if their equations are given in Cartesian form. Okay, ഈ ഇക്വേഷൻ എന്തായിരുന്നു? വെക്റ്റർ ഫോമിലാണ് നമുക്ക് തരുന്നതെങ്കിൽ അതെ, and this is Cartesian ഫോമിലാണ് തരുന്നതെങ്കിൽ. ഓക്കെ, now ഇവിടെ നിന്ന് നമുക്ക് ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ രണ്ട് പാരലൽ വെക്ടേഴ്സ് എടുത്തു അല്ലേ, A1i B1j C1k അല്ലേ. നൗ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു പാരലൽ വെക്ടർ ഞാൻ എടുത്തു. വാട്ട് വിൽ ബി ഇറ്റ്സ് ഡയറക്ഷൻ കൊസൈൻസ്? ഈ പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താ വരിക? എങ്ങനെ കണ്ടുപിടിക്കുക ഡയറക്ഷൻ കൊസൈൻസ്? കോസ് ആൽഫ എൽ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, എക്സ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. എക്സ് ഇവിടെ ആരാണ്? ഹിയർ ഇറ്റ് ഈസ് A1 A1 by root of A1 square B1 square C1 square ആണല്ലോ. അതുപോലെ what will be cos beta m, that is B1 by root of A1 square B1 square C1 square. What is cos gamma? That is n, which will be equal to C1 by root of A1 square B1 square C1 square. Okay, and this is the case of in the first parallel vector അല്ലേ. രണ്ടാമത്തെ പാരലൽ വെക്ടർ ഉണ്ടല്ലോ, എന്താ? A2i B2j C2k. സിമിലർലി ഇതിന്റെയും കണ്ടുപിടിക്കാമല്ലോ അല്ലേ. This is I'm taking L1 M1 N1. What will be L2? ഈ വെക്ടറിന്റെ കോസ് ആൽഫ എന്ത് വരും? ഡയറക്ഷൻ കൊസൈൻസ് എന്ത് വരും? A2 by root of A2 square B2 square C2 square. നമ്മൾ പഠിച്ചതാണ് ബേസിക്സ്, നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഒരു വെക്ടറിന്റെ കമ്പോണന്റ് ഫോം കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എഴുതുന്നത്? ആൻഡ് വാട്ട് വിൽ ബി M2 B2 by root of A2 square B2 square C2 square. What will be N2 C2 by root of A2 square B2 square C2 square. Now the important point to note is that ഇവിടെ ശ്രദ്ധിക്കുക, A1 A2 by root of അല്ലേ A1 square B1 square C1 square അല്ലേ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ വരിക? ദിസ് ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താ വരിക? യെസ്, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് A1 A2 by root of A1 square B1 square C1 square A2 square B2 square C2 square അല്ലേ, പ്ലസ് B1 B2 by ഇത് തന്നെ and C1 C2 by these two terms അല്ലേ. ഇതിലെ ഈ ഒരു കംപ്ലീറ്റ് ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയല്ലേ വരിക? A1 A2 by A1 square plus B1 square plus C1 square A2 square plus B2 square plus C2 square. യെസ്, ഐ എം ജസ്റ്റ് ഈ ഒരു ഫ്രാക്ഷനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഫ്രാക്ഷൻ ആക്കി എഴുതി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദിസ്? A1 by root of, യെസ്, A1 by root of A1 square B1 square C1 square. ഇത് എന്താ സാധനം? ദിസ് ഈസ് L1 അല്ലേ, ആദ്യത്തെ പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻ. Then what is this? A2 by root of A2 square B2 square C2 square. The A2 by root of A2 square B2 square C2 square. Then the L2 direction cosine of second vector അല്ലേ, direction cos alpha of the second parallel vector. Similarly ഈ B1 by ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? M1 M2 and here we can get N1 N2 അല്ലേ. സോ cos theta നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഫ്രെയിം ചെയ്യാം അല്ലേ. cos theta is equal to sum of product of respective cosine angles of the parallel vector. Cos theta is equal to, എനിക്ക് ഇങ്ങനെ എഴുതാം, L1 L2 M1 M2 plus N1 N2. ഇങ്ങനെയും ഒരു ഇക്വേഷൻ cos theta എനിക്ക് ഫ്രെയിം ചെയ്യാം. ഓക്കെ, ക്ലിയർ?
ഈ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്നത് ഞാൻ ഈ ഡയറക്ഷൻ കൊസൈൻസിന്റെ കൺസെപ്റ്റ് ഒരിക്കൽ കൂടി പറഞ്ഞു. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. if angle between the lines is 90 degree, രണ്ട് ലൈനുകളുടെയും ഇടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് 90 ഡിഗ്രി ആയിരിക്കണം. we know cos 90 is 0 അല്ലേ? that is ഇവിടെ നമുക്ക് 0 കിട്ടും. ന്യൂമറേറ്റർ won't be 0, ന്യൂമറേറ്റർ ഒരിക്കലും 0 ആണ്. കാരണം എന്താ, ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്, വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അൺലെസ് ഇതൊരു 0 വെക്ടർ അല്ലെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, 0 വെക്ടർ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ മാഗ്നിറ്റ്യൂഡ് 0 വരുള്ളൂ അല്ലേ? അല്ലാത്ത കേസിലൊക്കെ എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇത് എപ്പോഴാണ് 0 വരാം, a1 a2 plus b1 b2 plus c1 c2 is equal to 0. okay, if two lines are perpendicular, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ cos theta cos 90 എന്ന് പറയുന്നത് എന്താണ്, 0 അല്ലേ? ഈ ക്വാണ്ടിറ്റി 0 വരുന്ന എപ്പോഴാണ്, ഞാൻ പറഞ്ഞു നോൺ സീറോ വെക്ടേഴ്സ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും എന്ത് വരില്ല, 0 വരില്ല. ഓക്കെ, ഇപ്പോൾ ഓൺലി ചാൻസ് ദിസ് ടു 0 എന്താണ്, ഈ ന്യൂമറേറ്റർ 0 വരും അല്ലേ? വാട്ട് ഈസ് ന്യൂമറേറ്റർ, a1 a2 plus b1 b2 plus c1 c2, ഇത് ക്യാൻ ബി ഈക്വൽ ടു 0. സോ ഇത്രയും കാര്യമാണ് വി ഹാവ് ടു ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. നമുക്ക് വെക്ടർ ഫോം ആണ് തരുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. സെയിം തന്നെയാണ് ഈ ഇക്വേഷൻ കേട്ടോ. നൗ ഇത് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യാവുന്നതാണ്. cos theta is equal to രണ്ട് പാരലൽ വെക്ടേഴ്സ് അല്ലേ, രണ്ട് പാരലൽ വെക്ടേഴ്സ് അല്ലേ? പാരലൽ വെക്ടേഴ്സിന്റെ പാരലൽ വെക്ടേഴ്സ് മീൻസ് ദിസ് ഈസ് ദി പാരലൽ വെക്ടർ ഓഫ് ഫസ്റ്റ് ലൈൻ ആൻഡ് ദിസ് ഈസ് ദി പാരലൽ വെക്ടർ ഓഫ് ദി സെക്കൻഡ് ലൈൻ കേട്ടോ. അപ്പോൾ രണ്ട് പാരലൽ ഗിവൻ തന്നിരിക്കുന്ന പാരലൽ വെക്ടേഴ്സിന്റെ cosine cos alpha into cos alpha, cos beta into cos beta, cos gamma into cos gamma ചെയ്താൽ നമുക്ക് അതുകൊണ്ട് cos theta വരും. ഓക്കെ, സോ ഇവിടെയും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Find the angle between pair of lines given by r is equal to 3i plus 2j minus 4k plus lambda into I plus 2j plus 2k. R is equal to, next line, 5i minus 2j plus mu into, mu എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കേട്ടോ, ജസ്റ്റ് ലൈക്ക് ലാംഡ പോലെ കോൺസ്റ്റന്റ് ആണ് mu. ഓക്കെ, 3i plus 2j plus 6k. ഓക്കെ, നമുക്ക് രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. we have to find the angle between them. ഓക്കെ, നമ്മുടെ ഇക്വേഷൻസ് എന്തായിരുന്നു, നമുക്ക് രണ്ട് ലൈൻസ് a1 plus lambda b1 r is equal to a2 plus lambda b2, ഇങ്ങനെ രണ്ട് ലൈൻസ് തരികയാണെങ്കിൽ അല്ലേ, ഈ രണ്ട് ലൈൻസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ will be same as that of the angle made by b1 and b2 അല്ലേ. so cos theta is equal to എന്തായിരുന്നു ഇക്വേഷൻ, b1 dot b2 by modulus of b1 by modulus of b2 ആയിരുന്നു അല്ലേ. so what is b1 dot b2, what is b1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കഴിഞ്ഞ് വരുന്നത് അല്ലേ, ലാംഡ കഴിഞ്ഞ് വരുന്ന ആളാണ് b1, ലാംഡ into, so this is my b1, I plus 2j plus 2k, this is my b1. okay, now what is b2, this is ഇവിടെ ലാംഡയ്ക്ക് വരും b1 എന്ന് പറഞ്ഞു, what is 3i plus 2j plus 6k, this is b2. താഴെ modulus of b1, what will be modulus of b1, that is magnitude of b1, this is I plus 2j plus 2k, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരും, 1 ന്റെ കോഷ്യന്റ് 1 ആണ്, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും, 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് കൊടുക്കും കേട്ടോ. സോ വാട്ട് വിൽ ബി ദി ആൻസർ, I plus 2j plus 2k dot 3i plus 2j plus 6k. എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം, കറസ്പോണ്ടിങ് i ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, j ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക,
k terms multiply ചെയ്യുക and add ചെയ്യുക അല്ലേ. സോ ഇവിടെ കോഎഫിഷ്യന്റ് is 1, ഇവിടെ is 3. 1 into 3 is 3. ഇവിടെ കോഎഫിഷ്യന്റ് is 2, ഇവിടെ again കോഎഫിഷ്യന്റ് 2 ആണ്. 2 into 2 we get as 4. Here again it is 2, here 6, 2 plus 6, 2 into 6 is 12 whole by root of 1 plus 4 5, 5 plus 4 yes root 9 into root ഇവിടുത്തെ വരും 9 4 36 അല്ലേ. That is root 49. So we get the answer as 3 plus 4 is 7. 7 plus 12 is 19 അല്ലേ. 19 by root 9 is 3. Yes, 19 by root 9 is 3. Root 7 is 21. We get 19 by 21. Magnitude modulus. So cos theta value I am getting as 19 by 21. What will be theta? Yes, inverse. Cos inverse 19 by 21 is the angle between two vectors. Angle between the given two vectors. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സിന് ഇടയിലുള്ള ആംഗിൾ നമുക്ക് കിട്ടി. So question getting can I just identify which is b1 and which is b2. b1 b2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ just substitute ചെയ്യാം കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. Okay. So next question, find the angle between two lines. Again angle കണ്ടുപിടിക്കൽ തന്നെയാണ് question. നിങ്ങൾ ടെസ്റ്റിനകത്തുള്ള സോൾഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ പറയാത്തത്. Find the angle between pair of lines x plus 3 by 3, y minus 1 by 5, z plus 3 by 4, x plus 1 by 1, y minus 4 by 1, z minus 5 by 2. ഓക്കെ. സോ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ കാർട്ടീഷ്യൻ രൂപത്തിലാണ് യെസ് ലൈൻസ് തന്നിട്ടുള്ളതെങ്കിൽ വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ ഈസ് നത്തിങ് ബട്ട് a1 a2 b1 b2 c1 c2 താഴെ a1 സ്ക്വയർ b1 സ്ക്വയർ c1 സ്ക്വയർ ഇൻറ്റു a2 സ്ക്വയർ b2 സ്ക്വയർ c2 സ്ക്വയർ. ഇതായിരുന്നു ഇക്വേഷൻ അല്ലേ. വാട്ട് ഈസ് a1 b1 c1? നമ്മുടെ ഫസ്റ്റ് ലൈനിന്റെ പാരലൽ വെക്ടർ ആണെന്ത്? യെസ് a1 b1 c1 ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ലൈനിന്റെ പാരലൽ വെക്ടറിന്റെ സ്കെയിലർ കോമ്പണൻസ് ദാറ്റ് ഈസ് 3 5 4. ദിസ് ഈസ് a1 b1 c1. വാട്ട് ഈസ് a2 b2 c2? നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്ന വെക്ടറിന്റെ പാരലൽ വെക്ടറിന്റെ സ്കെയിലർ കോമ്പണൻസ്. സോ വാട്ട് ഈസ് ദാറ്റ്? ദിസ് ഈസ് a2 b2 and c2. So answer a1 a2 3 into 1 is 3. b1 b2 5 into 1 5. c1 c2 4 into 2 we get as 8. Root of a1 square b1 square c1 square അല്ലേ. 3 square 9, 5 square 25, 4 square is 16. എത്ര വരും? 16 31. we get as root 50 വരും അല്ലേ. root 50 I think. Yes, root 50. Then what is root of a2 square b2 square c2 square? a2 here is 1 1 in the square 1 ആണ്. b2 here is 1 1 in the square again 1 ആണ്. and c2 here it is 2 2 in the square is 4 അല്ലേ. നമുക്ക് എന്ത് കിട്ടി? root 6. so I am getting 3 plus 5 8 8 plus 8 16 by root 50 root 6 ആണെന്ന്. cos theta. Cos theta is this. So theta will be cos inverse of 16 by root 6 root 50. Okay. So എളുപ്പമല്ലേ? ഞാൻ പറഞ്ഞു നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ കണ്ടീഷനിൽ നമുക്ക് ഓരോ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസും ആ കണ്ടീഷൻസും പഠിക്കുക. ബാക്കി കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അത് മനസ്സിലാക്കുക. നമുക്ക് തരുന്ന ആൾക്കാരെ ആ ഇക്വേഷൻസിലേക്ക് പുട്ട് ചെയ്യാം. ഡയറക്റ്റ് ആൻസർ. കാരണം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ വെക്ടർ ആയിക്കോട്ടെ 3D ആയിക്കോട്ടെ ഈ ഒരു വെക്ടർ ആൾജിബ്രയുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം പഠിക്കുകയാണ്. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തരുന്നത്. ക്ലിയർ?
ഓക്കെ, അപ്പോൾ എല്ലാവരും ഇക്വേഷൻസ് പഠിക്കുക, ഏതൊക്കെ കണ്ടീഷനിലാണ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇപ്പൊ രണ്ട് ലൈൻസ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് ലൈൻസ് ഇവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഇൻ ബോത്ത് വേസ്. ഇത് നമ്മൾ വരയ്ക്കുന്ന ചെറിയ ലൈൻ്റെ ഒരു സെഗ്മെന്റ് മാത്രമാണ് അല്ലേ. ശരിക്കും ആക്ച്വലി ലൈൻ എന്ന് പറയുന്നത് എന്താ, ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും അല്ലേ. ഈ ലൈൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. സോ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഇടയിലുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇവരിവിടെ കൂട്ടിമുട്ടുന്നുണ്ടല്ലോ, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. സോ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. കാരണം എന്താ, കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ദേ ആർ കോയിൻസൈഡിങ് ഹിയർ അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ട് 0 ആയി. ഇവിടെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, ഇവിടേക്ക് ഒരു 10 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 2, 1, 0.5, ഇവിടുത്തെ എന്തായി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്തായി 0. സോ ഇന്റർസെക്ടിങ് ലൈൻസ് ആണെങ്കിൽ അവരുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്, 0 ആണ് അല്ലേ. അറ്റ് ദ സെയിം ടൈം when we are taking parallel lines അല്ലേ, പാരലൽ ലൈൻസ് എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് അല്ലേ. ഇവിടെ എനിക്ക് 10 ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക, 10 ആയിരിക്കും വരിക അല്ലേ. they will maintain a constant distance between them. ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ത്രൂ ഔട്ട് ഇവരുടെ എൻറ്റയർ ലെങ്ത്തിൽ എന്തായിരിക്കും, ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ പാരലൽ ലൈൻസ് ആണെങ്കിൽ അവരുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, ദാറ്റ് വിൽ ബി എ മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ഹാവ് യു ഹേർഡ് അബൌട്ട് സ്ക്യൂ ലൈൻസ്? സ്ക്യൂ ലൈൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത് നോൺ പാരലൽ ആയിട്ടുള്ള ലൈൻസിനെയാണ് എന്ത് വിളിക്കുക, സ്ക്യൂ ലൈൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് അവരൊരിക്കലും കൂട്ടിമുട്ടുകയില്ല, അറ്റ് ദ സെയിം ടൈം ദേ ആർ നോട്ട് പാരലൽസ് അല്ലേ. അപ്പം അത്തരത്തിലുള്ള ലൈൻസിനെയാണ് എന്ത് വിളിക്കുക, സ്ക്യൂ ലൈൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഇപ്പം എൻ്റെ 2 കൈ ഞാൻ എടുക്കുകയാണ് കേട്ടോ, ദിസ് ഈസ് 1 ലൈൻ, ഇതൊരു ലൈനാണ്, ആൻഡ് ദിസ് ലൈൻ ഈസ് സംവട്ട്, ഇത് ഇങ്ങോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോവാണ്, മുകളിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാണ് അല്ലേ. ആൻഡ് അനദർ ലൈൻ ഈസ് ദിസ് ലൈൻ. ഓക്കെ, ഇപ്പം ഇത് 2 പാരലൽ ആണോ അല്ല. ദിസ് ലൈൻ ഇത് അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്, ആൻഡ് ഇറ്റ് ഗോയിങ് ലൈക്സ് താഴോട്ടേക്ക് ഇങ്ങനെ പോവാണ് അല്ലേ. ആൻഡ് ദീസ് 2 ലൈൻസ് എൻ്റെ 2 കൈയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻസ് ആണെങ്കിൽ ഇത് ഒരിക്കലും എന്തല്ല, പാരലൽ അല്ല. അറ്റ് ദ സെയിം ടൈം ദേ ആർ നോട്ട് ഇന്റർസെക്റ്റിംഗ് അല്ലേ. ഈ ലൈൻ താഴെ കൂടെ ഇങ്ങനെ പോവാണ്, ഈ ലൈൻ മുകളിൽ കൂടെ ഇങ്ങനെ പോവാണ്. ദേ ആർ നോട്ട് ഇന്റർസെക്റ്റിംഗ് ആൻഡ് ദേ ആർ നോട്ട് പാരലൽ. അപ്പോൾ അത്തരം ലൈൻസിനെ നമ്മളെന്ത് വിളിക്കുക, സ്ക്യൂ ലൈൻസ്. ആൻഡ് ഇൻ ദിസ് സെക്ഷൻ വി ഹാവ് ടു ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ഡിറ്റർമിനിങ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് കേട്ടോ. അപ്പോൾ ഈ സെക്ഷനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, we generated equation to find the shortest distance between 2 skew lines. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്ക്യൂ ലൈൻസ് ഇക്വേഷൻ എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നില്ല, കാരണം അത് ഒരുപാടുണ്ട്. ആൻഡ് ഇറ്റ്സ് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് മെജോറിറ്റി അതൊരു 3 ഡയമെൻഷൻ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ വെക്ടർ ആൾജിബ്രൈക് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഒക്കെ പഠിച്ചു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ്, ഐ എം ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ മാത്രം പഠിക്കുക. ഓക്കെ, ഇപ്പോൾ 2 സ്ക്യൂ ലൈൻസ് നമുക്ക് തരികയാണ്. R is equal to A1 plus lambda B1 and another line is equal to A2 plus lambda B2, and these 2 lines are skew lines ആണ്. ഓക്കെ, ഇപ്പോൾ ഈ സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് D is given as, ഈ ഇക്വേഷൻ പഠിക്കുക, കറക്റ്റായിട്ട് ഓർത്തിരിക്കുക, വേറെ ഒന്നും വേണ്ട. ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ആസ് B1 ക്രോസ് B2 dot A2 minus A1 whole by B1 cross B2 in the magnitude. So this is the equation
for finding, this is the equation for finding, yes, shortest distance. This is the equation for finding shortest distance between two skew lines. എല്ലാവരും ആ ഇക്വേഷൻ നോട്ട് ചെയ്യുക. രണ്ട് ലൈൻസ് a1 പ്ലസ് ലാംഡ b1, a2 പ്ലസ് ലാംഡ b2, ഇത് രണ്ടും സ്ക്യൂ ലൈൻസ് ആണ് എങ്കിൽ യെസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് ഗിവൺ ആസ് മോഡുലസ് ഓഫ് b1 ക്രോസ് b2 ഡോട്ട് a2 മൈനസ് a1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. ഓക്കെ, ആ ഇക്വേഷൻ പഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, നൗ വേറൊരു സെറ്റ് ഓഫ് ഇക്വേഷൻ, വേറൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഹിയർ വി ഡിസ്കസ്ഡ് അബൌട്ട് സ്ക്യൂ ലൈൻസ് അല്ലേ. അതുപോലെ നമുക്ക് പാരലൽ ലൈൻസും എടുക്കാം. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്താ? ദേ ഓൾസോ ഹാവ് എ സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അല്ലേ. ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ എൻ്റയർ ലൈൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കൂടി നമുക്ക് ഇവിടുന്ന് ഫ്രെയിം ചെയ്യാം കേട്ടോ. നൗ ശ്രദ്ധിക്കുക, ദിസ് ഈസ് ഫോർ സ്ക്യൂ ലൈൻസ്. ഐ എം ടേക്കിംഗ് ടു പാരലൽ ലൈൻസ്. ഞാൻ രണ്ട് പാരലൽ ലൈൻസ് എടുക്കുകയാണ്. a1 plus lambda b, a2 plus lambda b. ശ്രദ്ധിക്കുക, പാരലൽ ലൈൻസ് ആണ് എന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്നപ്പോഴാണ് ഈ ലാംഡ കഴിഞ്ഞ് വരുന്ന ആളെന്തായിരിക്കും? they will be same. ഓക്കെ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് യെസ് ദിസ് ലൈൻ r എന്ന് പറയുന്ന ലൈൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ എ പോയിന്റ് a അല്ലേ. ഒരു പോയിന്റിലൂടെ പാസിംഗ് ദിസ് ഇസ് ദി പൊസിഷൻ വെക്ടർ a and is parallel to b. ദിസ് ഈസ് ഇതാണ് എൻ്റെ b എന്നുള്ള വെക്ടർ എങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്നു, ഇതിന് പാരലൽ ആണ്. ദിസ് ഈസ് മൈ വെക്ടർ അല്ലേ, ദിസ് ഈസ് മൈ ഫസ്റ്റ് വെക്ടർ. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ് പോയിന്റ് പറയുന്നത്? ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദി പോയിന്റ് a2 അല്ലേ. വേറൊരു പോയിന്റ് ആണ് എടുക്കുക, ദിസ് ഈസ് മൈ പോയിന്റ് അല്ലേ. ഈ പോയിന്റ് പൊസിഷൻ വെക്ടർ ആണ് a2 കേട്ടോ. ഇനി ഈ വെക്ടർ a2 പൊസിഷൻ വെക്ടർ ആയിട്ടുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യും വേണം. ഇറ്റ് ഈസ് പാരലൽ ടു b അല്ലേ. അതായത് ഇതിലൂടെ പാസ് ചെയ്യും വേണം, ഇതിന് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. പാരലൽ ആണ് കേട്ടോ, ഈ വരച്ചിട്ട് പോയി പാരലൽ ആണ്. സോ ദിസ് ഈസ് മൈ വെക്ടർ 2, ദിസ് ഈസ് മൈ വെക്ടർ 2. ഓക്കെ, ഇപ്പൊ പാരലൽ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് യെസ് ലാംഡ കഴിഞ്ഞ് വരുന്ന ആളെന്തായിരിക്കും? ദാറ്റ് വിൽ ബി സെയിം. ഇപ്പൊ രണ്ട് പാരലൽ ലൈൻസ് ആണ് തരുന്നതെങ്കിൽ what will be the shortest distance? The shortest distance d is equal to, ഇവിടെയും നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു ഇക്വേഷൻ ആണ്. is nothing but ശ്രദ്ധിക്കുക, വെക്ടർ b ക്രോസ് a2 minus a1 all by magnitude of b. this is the equation. ഈ രണ്ട് ഇക്വേഷൻസും പഠിക്കുക. ഈ രണ്ട് ഇക്വേഷൻസിന്റെ പ്രൂഫ് നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് അതൊന്ന് എന്താ പറയാ വിഷ്വലൈസ് ചെയ്യാനും നമുക്കൊന്ന് വരയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 3D ആയിട്ടുള്ള സംഭവമാണ്, പ്രൊജക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. ആൻഡ് വി ഓൺലി നമുക്കിത് മതി. നമുക്ക് ഈ സ്ക്യൂ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദിസ് ഈസ് സ്ക്യൂ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഈസ് പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് d is equal to b cross a2 minus a1 by b1 and here b1 cross b2 dot a2 minus a1 by b1 cross b2. Okay, so this was our section lines എന്ന് പറയുന്ന സെക്ഷൻ. ഇത്രയാണ് നമുക്ക് ലൈൻസിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇക്വേഷൻ ഓഫ് എ ലൈൻ ആൻഡ് യെസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ഓൾസോ ആംഗിൾ ബിറ്റ്വീൻ ദം. ഇത്രയാണ് നമുക്ക് യെസ് ലൈൻസിനകത്ത് പഠിക്കാനുള്ളത്. So we will do the questions regarding this. Okay, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. So we are moving on to exercise 11.2. Exercise 11.2. Okay.